ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോക്ക്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2019 പുറത്തിറങ്ങിയിട്ടുള്ള ദ നൈറ്റ് ഓഫ് ഷാഡോസ് ബിറ്റ്വീൻ ഇൻ ആൻഡ് യാങ് എന്ന നമ്മുടെ ജാക്കി ചാൻ അഭിനയിച്ചിട്ടുള്ള ഒരു കിടിലൻ സിനിമയാണ്. സിനിമയിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് ഈ ആഴ്ച ഒരു ഗെയിം കളിക്കണ്ടേ? അപ്പോൾ ഈ ഒരു സീന് ഏത് സിനിമയിലാണെന്നുള്ളത് ഒന്ന് കമന്റ് ചെയ്ത് വെക്കണേ. ശരിയായിട്ടുള്ള ഉത്തരം അയക്കുന്നവരിൽ നിന്നും ഒരാളെ തെരഞ്ഞെടുത്തിട്ട് ഞാനൊരു ഗിഫ്റ്റ് അയക്കുന്നതായിരിക്കും. നിങ്ങൾ നമ്മുടെ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ പുതിയതാണെന്നുണ്ടെങ്കിൽ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. നമുക്കിപ്പോൾ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. ഞാൻ നിങ്ങളോടൊരു കഥ പറയട്ടെ. പണ്ട് രാക്ഷസന്മാര് പെട്ടെന്ന് നമ്മളൊക്കെ ജീവിക്കുന്ന ഈ ഒരു ഭൂമിയിലേക്ക് ഇരച്ചു കയറി. അവരുടെ ഈ വരവിനെ തുടർന്ന് ദുരന്തങ്ങളും നിർഭാഗ്യങ്ങളും എല്ലായിടത്തും പടർന്നു പിടിക്കാനായിട്ട് തുടങ്ങി. എന്നാൽ ഒരു ദിവസം സ്വർഗത്തിൽ നിന്നും ഒരു പണ്ഡിതൻ ഭൂമിയിൽ അവതരിച്ചു. അദ്ദേഹം അന്തരീക്ഷത്തിലേക്ക് തന്റെ മാന്ത്രിക ബ്രഷ് വീശി എന്തൊക്കെയോ മന്ത്രങ്ങൾ ജപിച്ചു. അതേ സമയത്ത് തന്നെ മുന്നിലുണ്ടായിരുന്ന രാക്ഷസന്മാര് ഈ പണ്ഡിതന്റെ കയ്യിലുണ്ടായിരുന്ന ഈ മാജിക്കൽ ബുക്കിന്റെ ഉള്ളിലേക്ക് കുടുങ്ങിപ്പോയി. നല്ല ഭൂതങ്ങളെ അദ്ദേഹം തന്റെ കൂടെ തന്നെ നിർത്തി. എന്നാൽ ദുഷ്ടരായിട്ടുള്ള രാക്ഷസന്മാരെ നരക തുല്യമായിട്ടുള്ള ഡെമോണിക്ക അബീസിലേക്ക് അയച്ചു. അവിടെ വെച്ച് അവരെ ഇടിമിന്നൽ കൊണ്ട് ശിക്ഷിച്ച് ഡെമോണിക്ക അബീസിന്റെ വാതിലുകൾക്കുള്ളിൽ വെച്ച് അവരെ ചാരമാക്കി മാറ്റുകയും ചെയ്തു. പിന്നീട് അവർക്ക് ഒരിക്കലും പുനർജന്മം ഉണ്ടായിരുന്നില്ല. ആ ഒരു പ്രശസ്തനായിട്ടുള്ള പണ്ഡിതൻ എവിടേക്കൊക്കെ പോയാലും രാക്ഷസന്മാര് അദ്ദേഹത്തെ കണ്ട് ഭയന്ന് ഓടി രക്ഷപ്പെടാനായിട്ട് തുടങ്ങി. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് ഒരു കടലാണ് കാണിക്കുന്നത്. ഈ കടലിലൂടെ അതിഭീകരനായിട്ടുള്ള ഒരു ഭൂതം, കാണാനായിട്ട് ഒരു മീനിന്റെ പോലെയൊക്കെ ഉണ്ടെങ്കിലും അതൊരു ഭൂതം തന്നെയാണ്. അതിപ്പോ ആ ഒരു കടലിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ തൊട്ട് ബാക്കിലായിട്ട് മാജിക്കലി ഫ്ലൈ ചെയ്യുന്ന ഒരു തോണിയും പറന്നു വരുന്നുണ്ടായിരുന്നു. അതിപ്പോ നേരെ വന്നിട്ട് വെള്ളത്തിലേക്ക് ഹിറ്റ് ചെയ്യാണ്. ഈ തോണിയിൽ നിന്നും രണ്ട് കൈകള് മുന്നേ പോയിട്ടുണ്ടായിരുന്ന ആ ഒരു ഭൂതത്തിന്റെ ശരീരത്തിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഭൂതം മുന്നോട്ടേക്ക് കുതിക്കുന്ന സമയത്ത് ബാക്കിലുണ്ടായിരുന്ന ആ ഒരു തോണിയും അതിന് പുറകെ തന്നെ പോകും. ഒരു ഘട്ടത്തില് ഈ തോണിയിൽ ഇരിക്കുന്നുണ്ടായിരുന്ന ആളുകള് കടലിലേക്ക് തെറിച്ചു വീഴാണ്. അത് ആരൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ജാക്കി ആയിരുന്നു. പിന്നെ രണ്ട് കുഞ്ഞു ഭൂതങ്ങളും ജാക്കിക്ക് ഒപ്പം ഉണ്ടായിരുന്നു. കടലിലേക്ക് വീഴുന്നതിന് തൊട്ടു മുന്നേ തന്നെ ജാക്കി രണ്ടുപേരെയും പിടിക്കുകയാണ്. അതേസമയത്ത് ഇവരുടെ ബാക്കിൽ വരുന്നുണ്ടായിരുന്ന തോണിയും ജാക്കിയെയും കടലിൽ വീഴാതെ പിടിച്ചു വയ്ക്കുന്നുണ്ട്. അവരിപ്പോൾ ആ കൈകള് വീണ്ടും വലിച്ചിട്ട് തോണിയുടെ ഉള്ളിലേക്ക് ഇടാണ്. ആക്ച്വലി ഇവർ തോണിയായിട്ട് ഉപയോഗിക്കുന്നത് ഒരു നല്ല ഡീമണിനെയാണ്. മരം പോലെയുള്ള ഇവന്റെ ഈ ഒരു ശരീരം ഇഷ്ടത്തിന് എങ്ങനെ വേണമെങ്കിലും ഷേപ്പ് ചേഞ്ച് ചെയ്യാനായിട്ട് ആ ഒരു ഡീമണിന് കഴിയായിരുന്നു. ജാക്കി ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന ആ ഒരു ചെറിയ ഡീമണുകളിലെ അതിലൊരു പച്ച ഡീമൺ ഉണ്ടായിരുന്നു. അവനെ എടുത്തിട്ട് ഇത് നിന്റെ ടേൺ ആണെന്ന് പറഞ്ഞിട്ട് ആ കടലിലേക്ക് വലിച്ചെറിയുന്നുണ്ട്. ഇവന്റെ കഴിവെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആശാൻ ഒരു പ്രത്യേക തരത്തിലുള്ള ബോംബിടും. ഈ ബോംബിന്റെ സ്മെല്ലടിച്ചിട്ടുണ്ടെങ്കിൽ ഓപ്പോസിറ്റ് ഉണ്ടാവുന്ന ആള് മയങ്ങി താഴേക്ക് വീഴും. ഇവനിപ്പോ നന്നായിട്ട് പേടിച്ചുകൊണ്ട് തന്നെ നല്ല രീതിക്ക് ഒരു ബോംബ് ഇട്ട് കൊടുക്കുകയാണ്. കടലിൽ നിന്നും പൊങ്ങി വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ഡീമൺ ഈ സ്മെല്ലടിച്ചിട്ട് ബോധം കെട്ട് നിലത്തേക്ക് വീഴാണ്. ജാക്കി ഇപ്പോ അവന്റെ മാന്ത്രിക ബ്രഷ് പുറത്തെടുക്കുന്നുണ്ട്. ഈ ബ്രഷ് ഉപയോഗിച്ചിട്ട് ശൂന്യതയില് ഒരു ചതുരം വരച്ചതും അതിന്റെ ഉള്ളില് ഒരു മാന്ത്രിക ബുക്ക് ഉണ്ടാവുകയാണ്. ആശാനിപ്പോ ഈ ഒരു മാന്ത്രിക ബുക്ക് എടുത്ത് കൈ പിടിച്ചിട്ട് നമ്മുടെ തോണി പോലെയുള്ള ആ ഒരു മോൺസ്റ്റർ നേരെ കണ്ണ് കാണിക്കുകയാണ്. അതേസമയത്ത് തന്നെ ഇവൻ കയ്യില് ജാക്കിനെ എടുത്ത് ഉയർത്തുന്നുണ്ട്. ആകാശത്ത് നിന്നിട്ട് ജാക്കി ഇപ്പോ അവന്റെ ആ ഒരു മാന്ത്രിക ബ്രഷ് ഉപയോഗിച്ചിട്ട് ചില സ്പെല്ലുകൾ വീണ്ടും വരയ്ക്കുന്നുണ്ട്. അതേസമയത്ത് തന്നെ അവിടെ ചില മാന്ത്രിക ചങ്ങലകൾ ഉണ്ടാവുകയാണ്. അത് ഈ ഒരു ഡീമണിന് നേരെ പാഞ്ഞു പോകുന്നുണ്ട്. കടലിന്റെ ഉള്ളിൽ വീണ്ടുണ്ടായിരുന്ന ആ ഒരു ഡീമണിനെ ഈ ചങ്ങലകള് ഇപ്പോ വലിച്ച് ആ ഒരു ബുക്കിന്റെ ഉള്ളിലേക്ക് കയറ്റാണ്. അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ഈ കഥയുടെ അവസാനം എന്നിങ്ങനെ ജാക്കി ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. നോക്കുമ്പോൾ ജാക്കി ചാന്റെ മുന്നിൽ ഒരുപാട് കുട്ടികൾ ഇരിക്കുന്നുണ്ടായിരുന്നു. ഇവരോട് ജാക്കി പറഞ്ഞു കൊടുത്തോണ്ടിരുന്ന കഥയാണ് നമ്മൾ ഇത്രയും നേരം കണ്ടിട്ടുണ്ടായിരുന്നത്. ജാക്കിയുടെ അടുത്ത് ഈ ഒരു കഥയെല്ലാം കേട്ടിട്ട് പിള്ളേർ നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള കഥകളെല്ലാം ജാക്കി ഒരു ബുക്കായിട്ട് എഴുതിയിട്ടുണ്ടായിരുന്നു. കഥ പറഞ്ഞു തീർന്നതും പിള്ളേർക്ക് ആ ഒരു ബുക്കെല്ലാം എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. ഇതുപോലുള്ള ഒരുപാട് കഥകൾ ഈ ഒരു ബുക്കിലുണ്ട്. അപ്പോൾ ഒരു 20 രൂപ വന്നിട്ട് നിങ്ങളുടെ ഈ ഒരു ബുക്കെല്ലാം വാങ്ങിക്കോ എന്നിങ്ങനെ പറയാണ്. എന്നാൽ ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ പിള്ളേരാണെന്നുണ്ടെങ്കിൽ അവരുടെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാന്ന് പറയാണ്. ജാക്കിക്കാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അപ്പോൾ ഓസിന്റെ കഥ കേൾക്കരുന്നല്ലേ, എല്ലാം ഇറങ്ങി പോടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ അവരെല്ലാവരും അവിടുന്ന് ഓടിച്ചു വിടുന്നുണ്ട്. പിള്ളേർ താഴേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരു പ്രതിമ വെച്ചിട്ടുണ്ടായിരുന്നു. ജാക്കി പറഞ്ഞിട്ടുള്ള ആ കഥയിലെ മരം പോലെ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടറിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, അവനെ നമുക്ക് ട്രീ ഡീമൺ എന്ന് വിളിക്കാം. ആ ഒരു ഡീമണിന്റെ പ്രതിമയായിരുന്നു അവിടെ വെച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ പിള്ളേരെല്ലാവരും കൂട്ടിയിട്ട് അത്ഭുതത്തോടെ അതിന്റെ അടുത്ത് അങ്ങനെ പോയി നിൽക്കുകയാണ്. ഇവർ പ്രതിമയുടെ അവിടെ ഇവിടെയൊക്കെ പിടിച്ച് കളിക്കുന്നുണ്ട്. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ പ്രതിമ പെട്ടെന്ന് കണ്ണുകൾ തുറക്കുകയാണ്. ഇപ്പോൾ ശരീരമൊക്കെ അത് ഇളക്കുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് തന്നെ പിള്ളേരെല്ലാവരും പേടിച്ചിട്ട് അവിടുന്ന് ഓടിപ്പോയി. ഇപ്പോൾ ഈ ഒരു ഒച്ചയും ബഹളമൊക്കെ കേട്ടിട്ട് ജാക്കി അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. ഓ ട്രീ ഡീമൺ, നീ ആ ഒരു പിള്ളേരെല്ലാം പേടിപ്പിച്ചു വിട്ടല്ലേ, അതെന്തായാലും ഒരു കണക്കിന് നന്നായി. ഇവന്മാരുടെ കയ്യിലൊന്നും 10 പൈസയില്ല, വെറുതെ മനുഷ്യന്റെ സമയം കളയാനായിട്ട് ഇനി ഇങ്ങോട്ടേക്ക് വരില്ലല്ലോ, നീ അകത്തേക്ക് വാ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആക്ച്വലി ജാക്കി പറഞ്ഞിട്ടുണ്ടായിരുന്ന അവൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്ന കഥകളെല്ലാം ശരിക്കും ജാക്കിയുടെ ലൈഫിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആക്ച്വലി നമ്മുടെ ജാക്കി ചാൻ ഒരു ഡീമൺ ഹണ്ടർ ആണ്. ഈ ഒരു മനോഹരമായ സ്ഥലത്തെ മലമുകളിലുള്ള ഒരു ഗ്രാമത്തിലായിരുന്നു നമ്മുടെ ജാക്കി ജീവിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഇതേ ഗ്രാമത്തിലെ തന്നെ ഒരു ഓർണമെന്റ്സ് എല്ലാം വെക്കുന്ന ഷോപ്പാണ് കാണിക്കുന്നത്. അവിടുന്ന് ഒരുപാട് വിലപിടിപ്പുള്ള സാധനങ്ങൾ കളവ് പോയിട്ടുണ്ട്. അത് അന്വേഷിക്കാനായിട്ട് ഈ നാട്ടിലെ പോലീസ് ഇൻസ്പെക്ടറും പുള്ളിയുടെ തന്നെ ഒരു അസിസ്റ്റന്റും പിന്നെ കോൺസ്റ്റബിൾസ് ആയിട്ട്
ആയിട്ടുള്ള ഒരു 3 പേരും കൂടിയിട്ട് ഈ ഷോപ്പിലേക്ക് വരികയാണ്. ഈ അസിസ്റ്റന്റ് ഇല്ലേ, അവനെ നമുക്ക് യാനെന്ന് വിളിക്കാം. അവന് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ കാര്യങ്ങളിലെല്ലാം ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. ഇവിടെ എത്തിയ സമയത്ത് തന്നെ അവൻ ഷെർലക് ഹോംസിനെ പോലെ ആ ഒരു റൂം മുഴുവനും അരിച്ചു പെറുക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ശരിക്കും കേസ് അന്വേഷിക്കേണ്ട ആ ഇൻസ്പെക്ടറിനാണെന്നുണ്ടെങ്കിൽ ഇതിലൊന്നും പ്രത്യേകിച്ച് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. ആശാന്റെ കണ്ണു മുഴുവനും ആ ഷോപ്പിലുണ്ടായിരുന്ന വിലപിടിപ്പുള്ള ആഭരണങ്ങളിലേക്കായിരുന്നു. യാനാണെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിന്റെ ഒരു മൂലയ്ക്കായിട്ട് കിടക്കുന്നുണ്ടായിരുന്ന 2-3 മുടിയൊക്കെ പെറുക്കിയെടുത്തോണ്ട് വരുന്നുണ്ട്. എന്നിട്ട് ആ ഒരു മുടിയൊക്കെ വെച്ചിട്ട് അവൻ നല്ല രീതിയിൽ പഠിക്കുന്നുണ്ട്. സാർ, എന്റെ ഊഹം ശരിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രൈം നടത്തിയിട്ടുള്ളത് വെറും 3 അടി മാത്രം പൊക്കമുള്ള ഒരു മനുഷ്യനായിരിക്കും. അത് മാത്രമല്ല, ഈ ഒരു മുടിയിലത്തെ സ്മെല്ല് വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആശാൻ കുറെ നാളായിട്ട് കുളിച്ചിട്ടൊന്നുമില്ലെന്ന് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ ഇങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ കാണുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ദേഷ്യം വരികയാണ്. 3 അടിയുള്ള മനുഷ്യനാ, നിന്റെ മണ്ടത്തരത്തിൽ നിന്നും കൂട്ടുകാനായിട്ട് എനിക്ക് പറ്റില്ല. ഇവിടുത്തെ ഈ ഒരു പരിപാടികൾ വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്ക് മനസ്സിലാവില്ലേ, ഇത് ഈ ഒരു കടയിൽ ജോലി ചെയ്യുന്ന ആരോ തന്നെ ഒപ്പിച്ചിട്ടുള്ള പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ ജോലി ചെയ്യുന്നുണ്ടായിരുന്ന 3 ആളുകളെ അങ്ങോട്ടേക്ക് പിടിച്ചു വലിച്ചു കൊണ്ടിരുന്നുണ്ട്. കോൺസ്റ്റബിൾസിനോട് ഇവന്മാരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയിട്ട് കുറ്റം സമ്മതിക്കുന്നവരെ നല്ല രീതിയിൽ പഞ്ഞി കിട്ടോണം പറയാണ്. അങ്ങനെ ആ ഒരു കേസ് പുള്ളി ഒതുക്കി തീർക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാവരും അവിടുന്ന് പോയതും അവിടെ ഉണ്ടായിരുന്ന എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു റിങ് അത് നൈസായിട്ട് നമ്മുടെ പോലീസുകാരനെ അടിച്ചു മാറ്റുന്നുണ്ട്. ഇത് കണ്ടിട്ടുള്ള ഞാനാണെന്നുണ്ടെങ്കിൽ അതിനെ ചോദ്യം ചെയ്യാണ്. ഇത് ഞാൻ ചുമ്മാതെ എടുത്തൊന്നുമല്ല, ഇത് തൊണ്ടിമുതലാണ്, നീ പോടാന്ന് പറഞ്ഞിട്ട് അവനെ അവിടെ നാട്ടി ഓടിക്കുന്നുണ്ട്. ഇൻസ്പെക്ടർ പുറത്തേക്ക് വന്നതും ഈ ഗ്രാമത്തിലുണ്ടായിരുന്ന ഒരുപാട് അമ്മമാർ വന്നിട്ട് പുള്ളിനെ വളഞ്ഞിട്ട് പിടിക്കുകയാണ്. സാറേ, ഞങ്ങൾക്ക് ഒരു പരാതി പറയാനുണ്ട്. നമ്മുടെ നാട്ടിലുള്ള ആ ഒരു ജാക്കിയില്ലേ, അവൻ ഞങ്ങളെ പിള്ളേരെ എല്ലാം ഓരോ കഥ പറഞ്ഞ് ഭയങ്കരമായിട്ട് പേടിപ്പിച്ചിട്ടുണ്ട്. ഈ ഗ്രാമത്തിലുള്ള എല്ലാ പിള്ളേരും തന്നെ നല്ല രീതിക്ക് പേടിച്ചിട്ടുണ്ട്. എല്ലാവരും ഞങ്ങൾ ചരട് കെട്ടാൻ വേണ്ടി കൊണ്ടുപോവാണ്. ഇത് കുറെ നാളായിട്ട് അവന്റെ സ്ഥിരം പരിപാടിയാണ്. ഈ പ്രാവശ്യം അവൻ അങ്ങനെ വിട്ടാൻ പറ്റില്ല. ഇത് നമുക്ക് കേസാക്കണം എന്നൊക്കെ നമ്മുടെ ഇൻസ്പെക്ടറിനോട് ആ ഒരു ലേഡീസ് പറയുന്നുണ്ട്. ഇൻസ്പെക്ടർ ആണെന്നുണ്ടെങ്കിൽ നേരെ ഈ ഒരു കേസ് കേട്ട് നമ്മുടെ യാനെ ഏൽപ്പിച്ചു കൊടുക്കുകയാണ്. അല്ല സാറേ, അപ്പൊ ആ ഒരു റോബറി കേസ് ഞാൻ അന്വേഷിക്കണ്ടേ? ആ കേസൊക്കെ ഞാൻ അന്വേഷിച്ചോളാം, നീ ഇപ്പൊ മര്യാദയ്ക്ക് പറഞ്ഞ പണി ചെയ്യേ എന്ന് പറഞ്ഞിട്ട് യാനെ ആ ഒരു അമ്മമാരുടെ കൂടെ അവിടുന്ന് പറഞ്ഞു വിടുന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടിയിട്ട് ഇപ്പോൾ ജാക്കിയുടെ വീട്ടിലേക്ക് പോവാണ്. ഇപ്പൊ നമ്മുടെ ജാക്കിയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കിടന്നുറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതേ സമയത്ത് തന്നെ അലാറം അടിക്കുന്ന പോലെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട്. നോക്കുമ്പോൾ ജാക്കി പിടിച്ചിട്ട് വന്നിട്ടുള്ള ഒരുപാട് ഭൂതങ്ങളെ ചെറിയ ചെറിയ കുപ്പിയിൽ അടച്ചിട്ട് അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. രാവിലെ ആയതും ഇവരെല്ലാം തുറന്നു വിടാൻ വേണ്ടിയിട്ടാണ് ഇവരിങ്ങനെ കിടന്ന് ഒച്ചയുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നല്ല ഭൂതങ്ങളെ മാത്രമേ ജാക്കി കൂടെ കൊണ്ടു നടക്കാറുള്ളൂ. ക്രൂരന്മാരായിട്ടുള്ള ഡീമൺസിനെ എല്ലാം ഈ ഒരു പുസ്തകത്തിന്റെ ഉള്ളിലേക്ക് പറഞ്ഞയക്കുകയാണ് പതിവ്. എണീറ്റ് വന്നതും കുപ്പിക്കുള്ളിൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഡീമൺസിനെയും ഇപ്പോൾ പുറത്തേക്ക് ഇറക്കി വിടുന്നുണ്ട്. അതിനുശേഷം അവർക്ക് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, അവരുടെ സ്കില്ല് ട്രെയിൻ ചെയ്യുക, കുക്ക് ചെയ്യാൻ പഠിപ്പിച്ചു കൊടുക്കുക, എഴുതാനും വായിക്കാനും പഠിപ്പിച്ചു കൊടുക്കുക, അങ്ങനത്തെ ഓരോരോ പരിപാടികളൊക്കെ ചെയ്തിട്ട് വളരെ നൈസായിട്ട് തന്നെയായിരുന്നു നമ്മുടെ ജാക്കി ജീവിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എല്ലാവരും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് അവിടെ അങ്ങനെ വന്നിരിക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് വീടിന്റെ പുറത്ത് നമ്മുടെ യാനല്ലേ, ജാക്കി പേടിപ്പിച്ചിട്ടുള്ള ആ ഒരു പിള്ളേരുടെ പാരന്റ്സിനെ കൂട്ടിയിട്ട് അവിടേക്ക് വന്നിട്ടുണ്ട്. ജാക്കിയുടെ വീടിന്റെ മുന്നിൽ എത്തിയതും ചെന്ന് ചോദിക്കടാ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ ആ ഒരു അമ്മമാരെല്ലാം കൂടി തള്ളി വിടുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ നിലത്തേക്ക് തലയും കുത്തി വീഴാണ്. ഇവനെ കൊണ്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല, വാ നമുക്ക് തന്നെ പോയി ചോദിക്കാന്ന് പറഞ്ഞിട്ട് എല്ലാവരും കൂടി ജാക്കിയുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുന്നുണ്ട്. ജാക്കി ഒരു മോമോസ് എടുത്ത് കഴിക്കാൻ തുടങ്ങുന്ന ആ ഒരു സമയത്താണ് ഇവരെല്ലാവരും കൂടിയിട്ട് ഒച്ചയും കൂടി ഉണ്ടാക്കിയിട്ട് അകത്തേക്ക് കയറി വന്നത്. ഇത് കണ്ട് പേടിച്ചു പോയിട്ട് അത് തൊണ്ടയിൽ കൊടുക്കുകയാണ്. പുറത്തേക്കും പോകുന്നില്ല അകത്തേക്കും പോകുന്നില്ല എന്ന് പറഞ്ഞ രീതിയിൽ സ്റ്റക്കായി നിൽക്കുന്നുണ്ട്. ഒരു വിധത്തിൽ അതിപ്പോ ഉള്ളിലേക്ക് ഇറക്കാണ്. ആ പറയേ, നിങ്ങൾ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? നീയല്ലേ ആവശ്യമില്ലാത്ത കഥകളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് ഈ പിള്ളേരെല്ലാം പേടിപ്പിച്ചേക്കുന്നത്? ഇവന്മാരാണെന്നുണ്ടെങ്കിൽ പേടിച്ചിട്ട് ഇതുവരെ കരച്ചിൽ നിർത്തിയിട്ടില്ല. ഇതിനൊക്കെ ആരാ ഉത്തരം പറയാ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ജാക്കി പറയാണ്, ഓ അതാണോ കാരണം? മോളി ഡെയ്സി ഇങ്ങോട്ടേക്ക് വാ എന്നിങ്ങനെ പറയുന്നുണ്ട്. കാണാൻ വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു ചെറിയ ഡീമൺ ഇപ്പോൾ അങ്ങോട്ടേക്ക് പറന്നവരാണ്. ജാക്കി കണ്ടുപോത്തുന്നുണ്ട്. ഡെയ്സി ആണെന്നുണ്ടെങ്കിൽ അവളുടെ തലയിലുണ്ടായിരുന്ന പൂവിന്റെ ഉള്ളിൽ നിന്നും എന്തോ ഒരു പ്രത്യേക തരത്തിലുള്ള ലൈറ്റ് എമിറ്റ് ചെയ്യാണ്. നമ്മൾ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഫ്ലാഷ് വരില്ലേ എന്ന് പറഞ്ഞതുപോലെ. അതിനുശേഷം അവൾ അവിടെ നിന്ന് മറിഞ്ഞു പോകുന്നുണ്ട്. ഈ ഒരു ഫ്ലാഷ് കണ്ണിലേക്ക് അടിച്ച സമയത്ത് തന്നെ അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്ന പേരൻസും ആ കുട്ടികളും എല്ലാം ഇവരെവിടേക്ക് എന്തിനാ വന്നേന്നുള്ള കാര്യം തന്നെ മറന്നുപോയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ ജാക്കി ആളെ എഴുതിയിട്ടുള്ള ബുക്കുകളുമായിട്ട് വരികയാണ്. ഒരുപാട് നല്ല കഥകളുള്ള ബുക്കാണിത്. ഇത് വാങ്ങിക്കൊണ്ടുപോയിട്ട് നിങ്ങളുടെ പിള്ളേർക്ക് കഥയെല്ലാം പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ ബുക്കെല്ലാം അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന പാരന്റ്സിന് വിതരണം ചെയ്യുന്നുണ്ട്. അതിനുശേഷം എല്ലാവരുടെയും കയ്യിൽ നിന്ന് പൈസ വാങ്ങാണ്. ഈ പാരന്റ്സും ഹാപ്പി ആയിട്ട് പൈസയും കൊടുത്തിട്ട് ജാക്കിയോട് നന്ദിയും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഈ സമയത്ത് വീടിന് പുറത്ത് നിലത്ത് വീണ് കിടക്കുന്നുണ്ടായിരുന്ന നമ്മുടെ യാനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൻ അബദ്ധത്തിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കോഴിക്കോട്ടിലേക്ക് നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഈ കോഴികളുടെ എല്ലാം മേത്ത് നേരത്തെ ഒരു ജ്വല്ലറിയിൽ നിന്നും മോഷണം പോയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ, ആ ഒരു വളകളെല്ലാം ഇട്ടുവെച്ചിട്ടുണ്ട്. അവനിപ്പോ വേഗം കോഴിക്കോടിന്റെ ഉള്ളിലേക്ക് പോവാണ്. കോഴികളുടെ മേത്തുനിന്ന് ആ ഒരു സ്വർണ്ണ വളകളെല്ലാം കളക്ട് ചെയ്യാണ്. അതിനുശേഷം ജാക്കിയോട് പറയുന്നുണ്ട്, ആ ഒരു ജ്വല്ലറി മോഷ്ടിച്ചത് നീയല്ലേ, നിന്നെ ഞാനിപ്പോ അറസ്റ്റ് ചെയ്യാൻ പോവാ എന്നൊക്കെ പറഞ്ഞിട്ട് ജാക്കിയുടെ കയ്യിലേക്ക് ഒരു കയറ് കെട്ടി അവനെ അവിടുന്ന് വലിച്ചു കൊണ്ടുപോകാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജാക്കി ചാൻ ആരാമോൻ ആശാന്റെ കയ്യിലുണ്ടായിരുന്ന കയറ് വെച്ചിട്ട് തന്നെ ഞാനെ അവിടെ കെട്ടിയിടാണ്. നിനക്ക് ആ ഒരു ജ്വല്ലറി മോഷ്ടിച്ച കള്ളനല്ലേ കണ്ടുപിടിക്കേണ്ടത്, നീ എന്റെ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ ആ കള്ളൻ ആരാന്ന് ഞാൻ കാണിച്ചു തരാം എന്നിങ്ങനെ ജാക്കി പറയുന്നുണ്ട്. എന്നാൽ ഞാനാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും വിശ്വാസം വരുന്നുണ്ടായിരുന്നില്ല. നീ മര്യാദയ്ക്ക് എന്റെ കൂടെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നോ എന്നൊക്കെ ഞാൻ ഇപ്പോഴും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ബോംബിടുന്ന ആ ഒരു ഡീമണല്ലേ പുള്ളി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്.
പറഞ്ഞിട്ട് ഞാൻ എൻ്റെ മുഖത്തേക്ക് തന്നെ ഒരു ബോംബിട്ട് കൊടുക്കുകയാണ്. സ്പോട്ടിൽ തന്നെ ആശാന്റെ ബോധം പോയിട്ടുണ്ട്. കണ്ണുറന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ട്രീ ഡീമൺ ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു തോണിയിലാണ് അവനിപ്പോൾ ഉള്ളത്. നോക്കുമ്പോൾ ആകാശത്തൂടെ ആ ഒരു ഡീമൺ അങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ഈ തോണിക്കുള്ളിലായിട്ട് ജാക്കിയും നമ്മുടെ പച്ച ഡീമണും പിന്നെ ഡെയ്സി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഡീമണും ഉണ്ടായിരുന്നു. കണ്ണു തുറന്നതും ഞാനെന്റെ കിളി പോവാണ്. ഇതുവരെ ആകാശത്തൂടെ അവനിങ്ങനെ പറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമായിട്ട് തന്നെ ഇവന് ഛർദ്ദിക്കാനൊക്കെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എന്നെ താഴെ ഇറക്കടാ എന്നൊക്കെ ആശാൻ ഇപ്പോൾ ഉറക്കെ വിളിച്ചു പറയാണ്. എന്നാൽ ജാക്കി പറയുന്നുണ്ട്, നിനക്ക് ആ ഒരു ജ്വല്ലറി മോഷ്ടിച്ച കള്ളനെ പിടിക്കണ്ടേ? അങ്ങനെയാണെങ്കിൽ വായം പൊത്തി ഓടിയിരുന്നു. ആ കള്ളൻ ആരാന്നുള്ളത് ഞാൻ കാണിച്ചുതരാം. ജാക്കി ഇതേപോലെയുള്ള കള്ളന്മാരെല്ലാം കണ്ടുപിടിക്കുന്നതിൽ എക്സ്പേർട്ട് ആണെന്നാണ് തോന്നുന്നത്. അവരെല്ലാരും കൂടിയിട്ട് ഈ ഒരു ഗ്രാമത്തിന്റെ മറ്റൊരു ഭാഗത്തേക്ക് എത്തിയിരിക്കുകയാണ്. ജാക്കി ഇപ്പോൾ ദൂരേക്ക് കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എവിടുന്നോ മോഷ്ടിക്കപ്പെട്ടിട്ടുള്ള ഒരു ചാക്ക് തന്നെ ഇങ്ങനെ ചാടി ചാടി വരികയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ കിളി പോകുന്നുണ്ട്. അല്ല, ഇതെന്താ ചാക്ക് ഒറ്റയ്ക്ക് ചാടി വരുന്നത്? ഇതാരാ ചെയ്യുന്നതെന്ന് എനിക്ക് കാണാൻ പറ്റില്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ ജാക്കി പറയുന്നുണ്ട്, നിനക്ക് ഡീമൺസിനെ എല്ലാം കാണുന്നുണ്ടെങ്കിൽ നിന്റെ ആ ഒരു സ്പിരിച്വൽ ഐ തുറക്കണം. അതിപ്പോ ഞാൻ തുറന്നു തരാം. ജാക്കി ആശാന്റെ ആ ഒരു മാന്ത്രിക ബ്രഷ് പുറത്തെടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ യാനന്റെ മുഖത്തായിട്ട് 1-2 സിമ്പിളുകൾ വരയ്ക്കുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ചാക്ക് തൂക്കിയിട്ട് വരുന്ന ആളെ യാനിന് കാണാനായിട്ട് സാധിക്കുകയാണ്. ഞാൻ വിചാരിച്ച പോലെ തന്നെ 3 അടി ഉയരമുള്ള ഒരാളാണുള്ളത് എന്നിങ്ങനെ ഞാൻ വിളിച്ചു പറയാണ്. അതിന്റെ തല കാണാനായിട്ട് ഒരു പന്നിക്കുട്ടിയുടെ മാതിരിയുണ്ട്. ആ ഡീമണിപ്പോ അവൻ മോഷ്ടിച്ചിട്ടുള്ള സാധനങ്ങൾ കൊണ്ട് അവിടുന്ന് പോവുകയാണ്. ഇവര് അതിന്റെ പുറകെ തന്നെ വെച്ച് പിടിക്കുന്നുണ്ട്. ഈ കള്ളൻ നേരെ ഓടി പോകുന്നത് അവന്റെ അമ്മായിപ്പന്റെ അടുത്തേക്കായിരുന്നു. അമ്മായിപ്പ, നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ ഞാൻ മോഷ്ടിച്ചിട്ട് ഒരുപാട് പണം കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയെങ്കിലും നിങ്ങളുടെ മകളെ എനിക്ക് കെട്ടിച്ചെന്നൂടെ എന്നിങ്ങനെ ഡീമൺ ചോദിക്കുകയാണ്. ഇവിടെ നിൽക്കുന്ന ഇയാള് ഡീമണിന്റെ അമ്മായിപ്പനാണ്. അപ്പൊ ഡീമൺ പ്രേമിക്കുന്ന ആ ഒരു പെൺകുട്ടി ഏതാണ്? അവന്റെ തൊട്ടടുത്തായിട്ട് ഒരു കഴുത നിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഒരു കഴുതയാണ് ഡീമൺ പ്രേമിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മായിപ്പനിപ്പ പറയാണ്, ഇതൊന്നും പോരാ, ഇനിയും ഒരു 4-5 ചാക്ക് കൂടി സ്വർണം എനിക്ക് ഡൗറി ആയിട്ട് തന്നാലേ ഉള്ളൂ, എന്റെ മകളെ ഞാൻ നിനക്ക് കെട്ടിച്ചേരാന്നൊക്കെ അമ്മായിപ്പനിപ്പോ വിളിച്ചു പറയുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജാക്കിയും യാനും കൂടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. ജാക്കി ഇപ്പോ ആ ഒരു അമ്മായിപ്പനെ ചൂണ്ടിക്കാണിച്ചിട്ട് അയാളാണ് ഈ ഒരു ഡീമണിനെ കൊണ്ട് മോഷണങ്ങളെല്ലാം നടത്തുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് തന്നെ ഞാൻ എടുത്തു ചേടാണ്. എടോ, താനാണല്ലേ ആ ഒരു ജ്വല്ലറി മോഷ്ടിച്ച കള്ളൻ, ഇവിടെ വാടോന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ അയാളുടെ നേരെ ഓടുകയാണ്. ഇത് കണ്ടുകഴിഞ്ഞപ്പോ അമ്മായിപ്പം കള്ളൻ അവിടുന്ന് ഓടുന്നുണ്ട്. പുറകെ തന്നെ ഡീമണും ഓടി രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കുകയാണ്. ജാക്കി ഇപ്പൊ പറയാണ്, കള്ളൻ നിനക്ക്, ഡീമൺ എനിക്ക് എന്നിങ്ങനെ പറഞ്ഞിട്ട് ജാക്കി ആ ഒരു മാന്ത്രിക ബ്രഷ് വീണ്ടും ഇങ്ങനെ ആകാശത്തേക്ക് ഉയർത്തുകയാണ്. വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആ ഒരു പന്നി ഡീമണിനെ ആശാന്റെ കയ്യിലുണ്ടായിരുന്ന കുപ്പിയിലേക്ക് അടയ്ക്കുന്നുണ്ട്. ഞാൻ അമ്മാവനെ പിടിക്കാനായിട്ട് അമ്മാവന്റെ പുറകെ ഓടിയിട്ടുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഇൻസ്പെക്ടർ അല്ലേ, ആ ഒരു പോലീസ് ഇൻസ്പെക്ടർ, പുള്ളി ഈ ഒരു നാട്ടിൽ കൂടെ രാത്രി റോന്ത് ചുറ്റാനായിട്ട് ഇറങ്ങിയതാണ്. ഞാൻ അമ്മാവനെ ഓടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പുറത്തേക്ക് കയറ്റിയിട്ടുണ്ട്. പുള്ളിയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് എടുത്ത് ചാടുകയാണ്. നേരെ വന്ന് വീണതോ ഈ ഒരു ഇൻസ്പെക്ടറിന്റെ മുന്നിലേക്കും. ആ പന്നി ഡീമൺ കട്ടുകൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ചാക്കം കൊണ്ടായിരുന്നു പുള്ളി വന്ന് വീണിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവനാണ് കള്ളനെന്ന് മനസ്സിലാക്കിയിട്ട് ഇൻസ്പെക്ടർ ഇപ്പോൾ അമ്മാവനെ തൂക്കിയെടുക്കുകയാണ്. പുറകെ വന്നിട്ടുണ്ടായിരുന്ന ഞാനും അവിടെ വീണ് കിടക്കുന്നുണ്ട്. അവനിപ്പോ ഇൻസ്പെക്ടറെ അടുത്ത് വിളിച്ചു പറയാണ്, ആ ഒരു ജ്വല്ലറി മോഷ്ടിച്ച കള്ളൻ ഇവനാണ്, ഞാൻ ഇവനെ കണ്ടുപിടിച്ചിട്ട് ഓടിച്ചോണ്ട് വരായിരുന്നു, ഞാനാണ് ഈ ഒരു കേസ് തെളിയിച്ചെന്നൊക്കെ ഞാനിപ്പോ വിളിച്ചു പറയുന്നുണ്ടെങ്കിലും ഇൻസ്പെക്ടർ പറയാണ്, ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഇവൻ ഓടിച്ചിട്ട് പിടിച്ചതാണ്, അതിൽ നിനക്ക് ബന്ധമൊന്നുമില്ല, എണീച്ചു പോടാ എന്ന് പറഞ്ഞിട്ട് അവനിപ്പോ നല്ല രീതിക്ക് ആട്ടുന്നുണ്ട്. നമ്മുടെ യാനിനും ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഒരുപാട് വിഷമമാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പണക്കാരിയായിട്ടുള്ള പെൺകുട്ടിയും അവളുടെ വേലക്കാരിയും കൂടിയിട്ട് അവിടെയുള്ള ഒരു കടയിലേക്ക് കയറി പോകുന്നുണ്ട്. ഇവരെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മന്ത്രശക്തി ഉപയോഗിച്ചിട്ട് അവരുടെ സൗന്ദര്യം കൂട്ടിക്കൊടുക്കപ്പെടും എന്നൊരു പരസ്യം ഇവരെവിടെയോ കണ്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഐശ്വര്യറായി ആവാൻ വേണ്ടിയിട്ട് മോഹിച്ച ആ ഒരു പെൺകുട്ടി ഇപ്പോ അവളുടെ വേലക്കാരിയെ പുറത്ത് നിർത്തിയിട്ട് കടയ്ക്കുള്ളിലേക്ക് കയറി പോവാണ്. അവിടെ ഒരു ലേഡി നിൽക്കുന്നുണ്ടായിരുന്നു. അവളിപ്പോ ഈ ഒരു പണക്കാരിയായിട്ടുള്ള പെൺകുട്ടിയോട് അവിടെ ഇരിക്കാനായിട്ട് പറയാണ്. എന്നിട്ട് ഇവളുടെ മാജിക്കുകളെല്ലാം യൂസ് ചെയ്തിട്ട് ആ ഒരു പെൺകുട്ടിയെ അവിടുന്ന് മയക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം അവൾ കണ്ണു തുറക്കാണ്. കണ്ണു തുറന്നതും എന്തോ ഒരു പ്രതിമ മാതിരി അവൾ അവിടെ എണീറ്റ് നടക്കുന്നുണ്ട്. ഈ കടയിൽ നിന്നും അവളിപ്പോ പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. ഇതേ സമയത്ത് തന്നെ ആകാശത്ത് നിന്ന് ഒരു പല്ലക്ക് നിലത്തേക്ക് വന്ന് ഇറങ്ങുന്നുണ്ട്. ഈ പെൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ എന്തോ കിളി പോയ മാതിരി ആ ഒരു പല്ലക്കിന്റെ ഉള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. ഇത് കണ്ടുകഴിഞ്ഞപ്പോ പ്രേതം തുറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പെൺകുട്ടിയുടെ വേലക്കാരി അവിടുന്ന് ഓടി പോകുന്നുണ്ട്. ഈ പല്ലക്ക് മെല്ലെ ആകാശത്തേക്ക് ഉയരുകയാണ്. അത് ഒരുപാട് ദൂരം ഇങ്ങനെ പോകുന്നുണ്ട്. ആരും ചുമക്കാതെ എങ്ങനെയാണ് ഈ ഒരു പല്ലക്ക് തന്നെ പോകുന്നതെന്ന് നമുക്കൊരു ഡൗട്ട് അടിക്കുമല്ലേ. ഇപ്പോഴാണ് ആ ഒരു സംഭവം കാണിക്കുന്നത്. ഈ പല്ലക്കിന് ചുറ്റുമായിട്ട് 4 ഡീമൺസ് ഉണ്ടായിരുന്നു. ഈ ഡീമൺസ് ആണ് ആ ഒരു പല്ലക്ക് ചുമന്നുകൊണ്ട് പറന്നു പോയിക്കൊണ്ടിരുന്നത്. ഈ ശബ്ദമെല്ലാം കേട്ടിട്ട് മറ്റൊരാൾ അങ്ങോട്ടേക്ക് വരികയാണ്. അവൻ എന്തൊക്കെയോ മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള കടലാസുകൾ ഈ ഒരു പല്ലക്കിന് നേരെ എറിയുന്നുണ്ട്. ഈ പല്ലക്ക് ചുമക്കുന്നുണ്ടായിരുന്ന ഡീമൺസിന്റെ നെറ്റിയിലേക്ക് തന്നെ ആ ഒരു കടലാസ് പോയിരിക്കുകയാണ്. അതേസമയത്ത് തന്നെ പല്ലക്ക് മെല്ലെ താഴേക്ക് ഇറങ്ങി വരുന്നുണ്ട്. അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ഈ മാന്ത്രികൻ പല്ലക്കിന് ചുറ്റും നിന്നിരുന്ന ആ ഒരു ഡീമൺസിനെ വളരെ ഈസി ആയിട്ട് തന്നെ അവന്റെ മടിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന സഞ്ചിയിലേക്ക് ആവാഹിച്ചെടുക്കുകയാണ്. അതിനുശേഷം പല്ലക്കിന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ ഇടയ്ക്ക് കയറിയിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ, നിങ്ങൾക്ക് വീഡിയോക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒരു ലൈക്കോ കമൻറ്റോ അല്ലെങ്കിൽ ഹൈപ്പോ ഒക്കെ തന്നിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യണേ. അത് നമ്മുടെ ചാനലിലെ ഗ്രോത്തിന് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മൾ എവിടെയായിരുന്നു നിർത്തിയത്?
മുന്നിലുള്ള കർട്ടൻ മാറ്റി നോക്കുന്ന സമയത്ത് ആ ഒരു പെൺകുട്ടിയെ കാണാണ്. ഇതേ സമയത്ത് തന്നെ ചുമന്ന വസ്ത്രം ധരിച്ചിട്ടുള്ള ഒരു ഡീമൺ അങ്ങോട്ടേക്ക് വരികയാണ്. അവളിപ്പോ ഈ ഒരു ഡീമൺ ഹണ്ടറിന്റെ മുന്നിൽ വന്ന് നിൽക്കുന്നുണ്ട്. ഞാനിപ്പോ ഒരു ഡീമണാണ്, ആവശ്യമില്ലാതെ ഞങ്ങളുടെ കാര്യങ്ങളിലൊന്നും നീ തലയിടണ്ട. ഞങ്ങൾക്ക് ഇമ്മോർട്ടലായിട്ട് ജീവിക്കണമെങ്കിൽ ഇതേപോലെയുള്ള കന്യകളുടെ ആത്മാക്കള് ആവശ്യമാണ്. നീ ഞങ്ങൾ ജീവിക്കാനായിട്ട് സമ്മതിക്ക് എന്നൊക്കെ ആ ഒരു ഡീമൺ ഹണ്ടറിനോട് ആ പെണ്ണുമ്പിള്ള വിളിച്ചു പറയുന്നുണ്ട്. പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഡീമൺ ഹണ്ടർ ഇപ്പോൾ അവളുമായിട്ട് യുദ്ധത്തിന് വരാണ്. ഈ ഒരു ഡീമൺ ഹണ്ടറിന്റെ മെയിൻ ആയിട്ടുള്ള വെപ്പൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള ആ ഒരു പേപ്പറുകളാണ്. അവന്റെ കയ്യിലുണ്ടായിരുന്ന മുഴുവൻ പേപ്പറുകളും ഇവൾക്ക് നേരെ അവൻ പ്രയോഗിക്കുന്നുണ്ട്. എന്നാൽ അത്ര പെട്ടെന്നൊന്നും അവളെ കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. രണ്ടുപേരും കൂടിയിട്ട് ഇപ്പോൾ ആകാശത്തേക്ക് പറന്നുപോയി അവിടെ നിന്ന് ഫൈറ്റ് ചെയ്യാണ്. ഒരു ഘട്ടത്തിൽ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പേപ്പറുകള് ഒരു ബോൾ പോലെ ഇവളുടെ ചുറ്റും പൊതിയുന്നുണ്ട്. അതിനുശേഷം അതിവേഗത്തിൽ ഒരുപാട് മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഭാഗത്തേക്ക് കൊണ്ടേ അടിക്കുകയാണ്. ഇപ്പൊ ആ ഒരു മന്ത്രങ്ങൾ എഴുതിയിട്ടുള്ള പേപ്പറിന്റെ ബലത്തില് അവള് ലോക്കായിട്ട് അവിടെ അങ്ങനെ മയങ്ങി കിടക്കാണ്. ഈ ഡീമൺ ഹണ്ടർ ഇപ്പോ അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഇവളെ ഇപ്പൊ തന്നെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് കൊല്ലാൻ സാധിക്കും. എന്നാൽ അവനങ്ങനെ അവളെ നോക്കി നിൽക്കുകയാണ്. ഈ ഡീമൺ ഇപ്പോ അവനോട് പറയുന്നുണ്ട്, വേഗം വാ, വന്നിട്ട് എന്നെ കൊല്ല്. ഇപ്പൊ അവൻ പറയാണ്, എനിക്ക് നിന്നെ കൊല്ലേണ്ട ആവശ്യമൊന്നുമില്ല, എനിക്ക് നിന്റെ കയ്യിലുള്ള ആ ഒരു സ്പിരിറ്റ് ബോൾ അതാണ് ആവശ്യമുള്ളത് എന്ന് പറഞ്ഞിട്ട് അവളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഇവൻ ചില മന്ത്രങ്ങളൊക്കെ ചൊല്ലിയിട്ട് ആ ഒരു സ്പിരിറ്റ് ബോൾ അവളുടെ ശരീരത്തിൽ നിന്നും പുറത്തെടുക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കുറച്ച് സമയത്തിന് ശേഷം ഈ ഒരു സ്പിരിറ്റ് ബോൾ അവളുടെ നെറ്റിയിൽ നിന്നും മെല്ലെ പുറത്തേക്ക് വരികയാണ്. ഈ ഡീമൺ ഹണ്ടർ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു എനർജി അത് അവന്റെ നെറ്റിയിലേക്ക് ആക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ഈ ഒരു ബോള് ഈ ഡീമൺ അവളുടെ ശരീരത്തിലേക്ക് തന്നെ വലിച്ചെടുക്കുകയാണ്. ഈ ഒരു സ്പിരിറ്റ് ബോൾ അവളുടെ ശരീരത്തിലേക്ക് കയറിയതും അവൾക്കിപ്പോ എന്തോ ഒരു പവേഴ്സ് കിട്ടിയതുപോലെയുണ്ട്. അവനിപ്പോ അവളെ അടിച്ച് തെറിപ്പിക്കുകയാണ്. ഇവള് വിചാരിച്ചിട്ടുണ്ടെങ്കിലും ഡീമൺ ഹണ്ടറിനെ ഇപ്പോ കൊന്നുകളയായിരുന്നു. എന്നാൽ അവൾ അവനെയും ഉപദ്രവിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടായിരുന്നില്ല. ഇനി ഞങ്ങളുടെ വഴിക്ക് നടുവിലേക്ക് നീ വരരുതെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവുകയാണ്. ഇത് കണ്ട ഡീമൺ ഹണ്ടർ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഉറക്കെ അലറി വിളിക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ജാക്കി ചാന്റെ വീട്ടിൽ ആശ നന്നായിട്ട് കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഈ ഒരു സമയത്ത് ജാക്കി പുതിയതായിട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ടുള്ള ആ ഒരു പന്നി ഡീമണല്ലേ അവനെ ഒരു ബോട്ടിലിന്റെ ഉള്ളിലായിരുന്നു അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. ജാക്കി ഉറങ്ങിയ ഗ്യാപ്പ് നോക്കിയിട്ട് മെല്ലെ മെല്ലെ ഈ ഒരു ബോട്ടിൽ നിന്നും ചാടി കളിക്കുകയാണ്. അങ്ങനെ ഈ ഒരു ബോട്ടിൽ നിരക്കിയിട്ട് ഇത് വെച്ചിരുന്ന ആ ഒരു സ്റ്റെപ്പിൽ നിന്നും താഴേക്ക് ഇടുന്നുണ്ട്. ബോട്ടിൽ പൊട്ടിച്ച് പുറത്തു വരാനായിരുന്നു ആശാന്റെ പ്ലാന്. എന്നാൽ ആ ഒരു ബോട്ടിൽ പൊട്ടുന്നുണ്ടായിരുന്നില്ല. ഇതേ സമയത്ത് തന്നെ ബോട്ടിൽ ജാക്കി വന്ന് എടുക്കുകയാണ്. ആൾ ഉറങ്ങിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്താ മോനെ, ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനുള്ള പരിപാടിയായിരുന്നോ എന്നൊക്കെ ജാക്കി ഇപ്പോൾ അവനോട് ചോദിക്കുന്നുണ്ട്. ഇത്രയും നാളും പുറത്തിറങ്ങി നടന്നിട്ട് എനിക്ക് ഈ ഒരു കുപ്പിയുടെ ഉള്ളിൽ അങ്ങനെ ഇരിക്കാനായിട്ട് സാധിക്കുന്നില്ല. നിങ്ങൾ എന്നെ പുറത്തേക്ക് കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് മസാജ് ചെയ്ത് തരും. ഞാൻ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വർഗത്തിൽ പറക്കുന്ന പോലെ ആ ഒരു ഫീലൊക്കെ കിട്ടും എന്നിങ്ങനെ പറയുന്നുണ്ട്. ഓ അങ്ങനെയാണോ, നീ അത്ര നന്നായിട്ട് മസാജ് ചെയ്യും? ആ എന്നാ എനിക്കൊന്ന് മസാജ് ചെയ്യും നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുള്ളീനെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുവരാണ്. പന്നിക്കുട്ടനും പുറത്ത് വന്ന സമയത്ത് തന്നെ നമ്മുടെ ജാക്കിക്ക് നല്ല രീതിയിൽ മസാജ് ഒക്കെ ചെയ്തു കൊടുക്കുകയാണ്. ഈ സമയത്താണ് ഇവന്റെ ഡ്രസ്സ് എല്ലാം കീറിയിരിക്കുന്നതായിട്ട് നമ്മുടെ ജാക്കി കണ്ടത്. പിന്നെ ഒരു സൂചി നൂലൊക്കെ എടുത്തിട്ട് നൈസായിട്ട് അത് തയ്ച്ചു കൊടുക്കുകയാണ്. ഇതൊക്കെ കണ്ടുകഴിഞ്ഞപ്പോൾ പന്നിക്കുട്ടൻ ജാക്കിയോടും ഇപ്പോൾ ഒരു സ്നേഹമൊക്കെ തോന്നുന്നുണ്ട്. ഇങ്ങനെ തുന്നുന്നതിന്റെ ഇടയിൽ ജാക്കി ഇവന്റെ ഡ്രസ്സിലായിട്ട് 2 മാന്ത്രിക മണികൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. തുന്നലെല്ലാം കഴിഞ്ഞതിന് ശേഷം അവനോട് പറയാണ്, നിന്റെ ഡ്രസ്സിൽ ഇതേപോലെ ഞാൻ 2 മണികൾ ഘടിപ്പിച്ചിട്ടുണ്ട്. നീ ഇവിടുന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു മണികളുടെ ശബ്ദം കാരണം ഞാൻ എങ്ങനെയെങ്കിലും അറിയും. അതുകൊണ്ട് അതിന് മെനക്കെടണ്ട. അത് മാത്രമല്ല, നീ ഇവിടുന്ന് ചാടാനായിട്ട് ശ്രമിച്ചാൽ വീണ്ടും നിന്നെ ഞാൻ ആ ഒരു കുപ്പിയിൽ അടച്ചു വെക്കും. ഇപ്പോൾ അടുക്കളയിൽ പോയിട്ട് ചേട്ടൻ ഒരു മസാല ദോശ ഉണ്ടായിക്കൊണ്ടാ എന്നിങ്ങനെ പറയുന്നുണ്ട്. ആ ഒരു പന്നി ഡീമണും ഇപ്പോൾ അടുക്കളയിലേക്ക് ഓടുകയാണ്. ഇതേ സമയത്ത് തന്നെ ഒരാൾ വാതിലും തള്ളി തുറന്നിട്ട് അകത്തേക്ക് കയറി വരുന്നുണ്ട്. ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ യാനായിരുന്നു. അവൻ ഈ പോലീസുകാരുടെ കൂടെ നിന്നിട്ട് മടുത്തിട്ടുണ്ട്. ഇനി മുതൽ ഞാൻ നിങ്ങളുടെ കൂടെയാണ് നിൽക്കാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ ടീച്ചറാണെന്നൊക്കെ ഞാനിപ്പോ ജാക്കിയോട് വിളിച്ചു പറയുന്നുണ്ട്. ജാക്കി ആണെന്നുണ്ടെങ്കിൽ നീ എന്റെ ടീച്ചറിനൊന്നും വിളിക്കണ്ട, എനിക്കിപ്പോ നിന്നെ ഒന്നും പഠിപ്പിക്കാനായിട്ടും പറ്റില്ല എന്നൊക്കെ പറയാണ്. ഇവനാണെന്നുണ്ടെങ്കിൽ ജാക്കിയോട് സംസാരിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവനും തട്ടിമറിച്ചിടുന്നുണ്ട്. സോറി എന്ന് പറഞ്ഞിട്ട് അത് എടുത്തു വയ്ക്കാൻ നിൽക്കുന്ന സമയത്ത് അടുത്ത സാധനങ്ങളെല്ലാം തട്ടിമറിഞ്ഞു വീഴും. നീ ഒരു 5 മിനിറ്റ് അടങ്ങിയിരിക്കോ എന്നിങ്ങനെ ജാക്കി പറയുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലേഡി ഡീമണല്ലേ അവളെയാണ് കാണിക്കുന്നത്. അവൾ ആ ഒരു പെൺകുട്ടിയും കൂട്ടിയിട്ടായിരുന്നു അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഒരു പച്ച ഡ്രസ് ഇട്ടുള്ള ഒരു ഡീമണും കൂടി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളാണ് ഈ ഒരു പെൺകുട്ടിയെ മയക്കിയിട്ട് ഇങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നത്. ആ ഡീമണും നമ്മുടെ ചുമല ഡീമണും ഇവർ രണ്ടുപേരും ചേച്ചി അനിയത്തിയായിരുന്നു. ചേച്ചി ഇപ്പൊ ചോദിക്കുകയാണ്, അല്ല വരുന്നതിന്റെ ഇടയിൽ നീ വീണ്ടും അവനെ കണ്ടിരുന്നല്ലേ? ഈ പ്രണയവും തേങ്ങാക്കൊല്ലയൊന്നും നമുക്ക് പറഞ്ഞിട്ടുള്ള കാര്യമല്ല. നമ്മളെ ഡീമൺസിന് ഹൃദയം ഉണ്ടാവാൻ പാടില്ല. അവനെ കൊല്ലാനായിട്ട് എന്തെങ്കിലും സഹായം വേണമെന്നുണ്ടെങ്കിൽ നീ ഒന്ന് മൂളിയാ മതി, ഞാൻ അവന്റെ കാര്യം ഏറ്റോളാന്ന് ചേച്ചി ഇപ്പോ അനിയത്തിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് കേട്ടിപ്പോ അനിയത്തിക്ക് നല്ല രീതിയിൽ ദേഷ്യം വരുന്നുണ്ട്. അവന്റെ കാര്യമെല്ലാം ഞാൻ ഡീൽ ചെയ്തോളാം, നീ മിണ്ടാതെ നിന്റെ ജോലി നോക്ക് എന്നിങ്ങനെ പറയാണ്. ചേച്ചിയും ഇപ്പോ ആ ഒരു പെൺകുട്ടിയുടെ ആത്മാവിനെ പുറത്തെടുക്കുന്നുണ്ട്. അവിടെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു പെയിന്റിംഗിലേക്ക് ഈ ഒരു ആത്മാവിനെ ഒളിപ്പിക്കുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കാണാതെ പോയിട്ടുള്ള പെൺകുട്ടിയിലെ അവളുടെ അച്ഛനും അമ്മയും കൂട്ടിയിട്ട് വേലക്കാരി പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ എല്ലാം വെച്ചിട്ട് ഇവർ അവസാനമായി പോയിട്ടുള്ള ആ ഒരു കട കണ്ടുപിടിച്ചിട്ട് പോലീസുകാരൻ കൂട്ടി അങ്ങോട്ടേക്ക് വരാണ്. അവിടെ വന്നിട്ട് ഈ ഒരു കട മുഴുവനായിട്ടും ഇവർ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ ആരുമില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ ഇൻസ്പെക്ടറിനാണെന്നുണ്ടെങ്കിൽ ഇത് അടുത്ത തലവേദനയായിട്ട് മാറിയിരിക്കുകയാണ്. പുള്ളിക്ക് ഈ ഒരു കേസ് അന്വേഷിക്കാൻ മടിയായതുകൊണ്ട് തന്നെ ആശാൻ ഇപ്പോൾ പറയുന്നുണ്ട്, നിങ്ങളുടെ മകൾക്ക് ഒരു റിലേഷൻഷിപ്പ്
റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. അവൾ ആ ഒരു പയ്യന്റെ കൂടെ ഒളിച്ചോടി പോയതാ, അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവളെ ആരും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയൊന്നുമല്ല എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ കൺവിൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പുള്ളി ഈ നാട്ടിലെ ഗവർണറായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആശാന് നല്ല രീതിയിൽ ദേഷ്യം പിടിക്കുന്നുണ്ട്. ആശാൻ ഇപ്പോൾ ഇൻസ്പെക്ടറോട് പറയാണ്, നീ എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണെന്നുള്ള കാര്യം മറന്നുകൊണ്ട് 24 മണിക്കൂറിനുള്ളിൽ അവളെ കണ്ടുപിടിച്ചിട്ടില്ലാന്നുണ്ടെങ്കിൽ നിന്റെ തൊപ്പി ഞാൻ തെറിപ്പിക്കുന്നു പറയാണ്. ഇത് കേട്ടിട്ട് ഇൻസ്പെക്ടർ നല്ല രീതിയിൽ ഷോക്ക് ആവുന്നുണ്ട്. സർ, അതിന്റെ ആവശ്യമൊന്നുമില്ല, ഞങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മകളെ കണ്ടുപിടിച്ചു തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന് ഇറങ്ങി പോവാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജാക്കിയാണ് കാണിക്കുന്നത്. ജാക്കി ഇപ്പോൾ വന്ന് നോക്കുന്ന സമയത്ത് നല്ല ഫുഡിന്റെ സ്മെൽ അടിക്കുന്നുണ്ട്. അവിടെ ജാക്കിന്റെ ഡീമൺസ് കഴിക്കാനായിട്ട് അങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. എവിടുന്ന ഈ ഒരു ചിക്കൻ ഫ്രൈന്റെ സ്മെൽ അടിക്കുന്നത്? ഇന്ന് ആരാ എനിക്ക് വേണ്ടി കുക്ക് ചെയ്തേക്കുന്നത്? ആഹാ, അടിപൊളിയാണല്ലോ. വന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അൽഫാമും കുഴിമന്തിയും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ആഹാ, കൊള്ളാലോ, കണ്ടിട്ട് തന്നെ കൊതിയായിട്ട് പാടില്ല എന്ന് പറഞ്ഞിട്ട് ജാക്കി ഇപ്പോൾ വന്ന വഴിക്ക് തന്നെ ആ ഒരു ചിക്കൻ ഫ്രൈ എല്ലാം എടുത്ത് അടിക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ യാന അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ടീച്ചർ, ഇത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയതാ, എങ്ങനെയുണ്ട്, സൂപ്പർ അല്ലേ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇപ്പൊ ജാക്കി പറയാണ്, ടീച്ചറോ, നീ എന്നെ ടീച്ചർ എന്നാണോ വിളിച്ചത്? അത് ഞാൻ തന്നെ സ്റ്റുഡന്റ് ആയിട്ട് ഇതുവരെ അംഗീകരിച്ചിട്ടില്ലല്ലോ, അതുകൊണ്ട് ടീച്ചർ എന്നൊന്നും വിളിക്കണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഞാനാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ അങ്ങനെ വിളിച്ചു പോയില്ലേ, ടീച്ചർ എന്ന് വിളിക്കുന്നില്ല, ഞാൻ നിങ്ങളെ ടീച്ചർ എന്ന് വിളിച്ചോട്ടെ. നീ എന്തെങ്കിലും വിളിക്കേ. അല്ല, നിനക്ക് കുക്ക് ചെയ്യാനായിട്ട് കോഴീനെ എവിടുന്നാ കിട്ടിയത്? ഓ, അതാണോ? നിങ്ങൾ വീടിന് താഴത്തായിട്ട് ഒരു കൂട്ടിലിട്ടിട്ട് കുറച്ച് കോഴികളെ വളർത്തുന്നില്ലേ, അതിൽ നിന്നും മുഴുത്ത ഒരു 3 നോക്കി പിടിച്ചതാ. ഇത് കേട്ട സമയത്ത് തന്നെ ജാക്കിക്ക് നല്ല രീതിയിൽ ഷോക്ക് ആവുകയാണ്. ഞാൻ കൊഞ്ചിച്ച് വളർത്തുന്ന എന്റെ പെറ്റ്സിനെയാണോ നീ വെട്ടി കണ്ടിച്ചിട്ട് ചിക്കൻ 65 ആയിട്ട് തന്നേക്കുന്നേ? ഞാനാണിത് തിന്നും പോയില്ല ദൈവമേ എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു കോഴികളുടെ പേരും പറഞ്ഞ് ജാക്കി ഇപ്പൊ കരയാണ്. മരിച്ചുപോയിട്ടുള്ള എന്റെ കോഴികളുടെ ആത്മാവിന്റെ നിത്യശാന്തിക്ക് വേണ്ടിയിട്ട് എനിക്കൊന്ന് ശരിക്കും പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞിട്ട് ജാക്കി ഇപ്പോൾ അവിടെ നിന്ന് എണീറ്റ് പോവുകയാണ്. ഇതേ സമയത്ത് തന്നെ വലിയ ചെവിയുള്ള ഒരു ഡീമൺ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ ഡീമണിന്റെ പേര് ഗ്യാദർ ഡീമൺ എന്നാണ്. പുള്ളീന്റെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്രാമത്തിലൂടെ മുഴുവനും ചുറ്റി നടന്നിട്ട് പുതിയതായിട്ട് എന്തെങ്കിലും ന്യൂസ് പിടിക്കാൻ പറ്റുമോ, അതൊക്കെയാണ് ഈ ഒരു ഡീമണിന്റെ തൊഴില്. പുള്ളി വന്നിട്ട് പറയാണ്, പുതിയൊരു ന്യൂസ് കിട്ടിയിട്ടുണ്ട്, നമ്മുടെ ഈ ഒരു നാടിന്റെ മേയറിലെ പുള്ളിയുടെ മകളെ കാണാതായിട്ടുണ്ട്, ആരോ തട്ടിക്കൊണ്ടുപോയതാന്നൊക്കെ എല്ലാവരും പറയുന്നത്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ നമ്മുടെ ഞാനൊന്ന് ഷോക്കാവാണ്. ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു കേസാണല്ലോ അത്, ഇത് തീർച്ചയായിട്ടും ഞാൻ അന്വേഷിക്കും, ആ ഒരു കുറ്റവാളികളെ ഞാൻ കണ്ടുപിടിക്കേണ്ട ചെയ്യും എന്നൊക്കെ അവനിപ്പോൾ വിളിച്ചു പറയുന്നുണ്ട്. ടീച്ച്, അതിനായിട്ട് എനിക്ക് നിങ്ങളുടെ സഹായം വേണം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിക്കുകയാണ്. എനിക്ക് എന്റെ കോഴികളുടെ ആത്മാവിന് വേണ്ടിയിട്ട് സ്വസ്ഥമായിട്ടൊന്ന് പ്രാർത്ഥിക്കണം, നീ അതിന് പോലും എന്നെ സമ്മതിക്കില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചന്ദനത്തിലേക്ക് എടുത്ത് ഒഴിയാണ് ആശാൻ. ഇത് കണ്ടുകഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്നുണ്ട്, നിങ്ങളിപ്പോ എന്റെ കൂടെ വന്നിട്ട് ആ ഒരു കേസ് തെളിയിക്കാൻ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ സിറ്റി പോയിട്ട് നല്ല കിടിലൻ കോഴികളെ കൊണ്ടുവന്നിട്ട് ഇതിലും നല്ല ചിക്കൻ 65 ഉണ്ടാക്കി തരാം എന്നിങ്ങനെ പറയുന്നുണ്ട്. അത് കേട്ട സമയത്ത് തന്നെ ജാക്കി വീണ്ടും പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് നീതി ന്യായമാണ് വലുത്, അതുകൊണ്ട് എന്തായാലും ഞാൻ നിന്റെ കൂടെ വരാം, നമുക്ക് ആ ഒരു കേസ് അന്വേഷിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഈ സംഭവം നടന്നിട്ടുള്ള ആ ഒരു സ്ഥലത്തേക്ക് പോവാണ്. ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു കട പോലീസ് സീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ഒരു ബോർഡൊക്കെ എടുത്ത് മാറ്റിയിട്ട് ആരും കാണാതെ നൈസായിട്ട് ഉള്ളിലേക്ക് വന്ന് നോക്കുകയാണ്. ഇത് കണ്ണാടികളൊക്കെ വെക്കുന്ന അങ്ങനത്തെ ഒരു ഷോപ്പാണെന്നാണ് തോന്നുന്നത്. നിറയെ കണ്ണാടികൾ അവിടെയൊക്കെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ നമ്മുടെ ഡീമൺ പടയം അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇവര് ആ ഒരു റൂം മുഴുവനും സെർച്ച് ചെയ്ത് നോക്കുകയാണ്. മെയിനായിട്ടും നമ്മുടെ പന്നി ഉണ്ടല്ലോ, അവൻ ഈ ഒരു സ്മെല്ല് കണ്ടുപിടിക്കുന്ന കാര്യത്തിലൊക്കെ ഭയങ്കര പുലിയാണ്. ആശാനിപ്പോ ആ ഒരു ഭാഗമൊക്കെ തെരഞ്ഞു നോക്കുകയാണ്. എന്തോ ഒരു മനുഷ്യന്മാരുടെ സ്മെല്ല് വരുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അവനിപ്പോ ഒരു മൂലയിലേക്ക് പോകുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അവിടെ ഒരു കർച്ചീഫ് ഉണ്ടായിരുന്നു. അത് ഇവർ പിടിച്ചുകൊണ്ട് പോയിട്ടുള്ള ആ ഒരു പെൺകുട്ടിയുടെ കർച്ചീഫാണ്. ഈ കർച്ചീഫ് ഇപ്പൊ നേരെ നമ്മുടെ ഡെയ്സി ഡീമന്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ്. അവള് അതൊന്ന് സ്കാൻ ചെയ്ത് നോക്കുന്നുണ്ട്. അതിനുശേഷം ഈ കർച്ചീഫ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു പെൺകുട്ടിയുടെ ഈ സ്ഥലത്ത് വെച്ചിട്ടുണ്ടായിട്ടുള്ള അവസാനത്തെ കുറച്ച് കാഴ്ചകള് അവള് പ്രൊജക്ട് ചെയ്തിട്ട് ബാക്കിയുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. നോക്കുന്ന സമയത്ത് ഈ ഒരു ഷോപ്പിന്റെ ഉള്ളിലേക്ക് അവള് കയറി വരുന്നതും ആ ഡീമണിന്റെ ചേച്ചി ഇവളെ മയക്കുന്നതും പിന്നീട് പല്ലക്കിൽ കയറ്റിയിട്ട് അവിടുന്ന് പോകുന്നതൊക്കെ ആയിട്ട് ഇവര് കാണുകയാണ്. ഇത് കണ്ട സമയത്ത് തന്നെ നമ്മുടെ യാങ്, നമുക്ക് ഒരുപാട് തെളിവുകൾ കിട്ടിയിട്ടുണ്ട്, അവള് പോയിട്ടുള്ള ആ ഒരു വഴിയിലൂടെ പോയിട്ട് നമുക്ക് അവളെ ട്രാക്ക് ചെയ്ത് കണ്ടുപിടിക്കാന്ന് പറയാണ്. ഇപ്പൊ ജാക്കി പറയുന്നുണ്ട്, ഇങ്ങനത്തെ ഫിസിക്കൽ എവിഡൻസ് എല്ലാം വെച്ചിട്ട് അങ്ങനെ തെരഞ്ഞു കണ്ടുപിടിക്കുന്നതൊക്കെ നിങ്ങൾ ഡിറ്റക്റ്റീവ്സിന്റെ ജോലിയാണ്, എന്റെ സ്റ്റൈലും ഡിഫറെന്റ് ആണ്, ആ ഒരു രീതിയിൽ ഞാൻ അന്വേഷിച്ചോളാം, നിന്റെ രീതിയിൽ നീ അന്വേഷിക്കുന്ന പറഞ്ഞിട്ട് ജാക്കി അവിടുന്ന് പോവാണ്. ഇതേ സമയത്ത് തന്നെ ഡെയ്സിയുടെ കയ്യിലേക്ക് ആ ഒരു കർച്ചീഫ് കൊടുത്തിട്ട് അവരെങ്ങോട്ടേക്കാ പോയെന്ന് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് ഡെയ്സി അവിടുന്ന് പറഞ്ഞയക്കുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡീമൺ ഹണ്ടറിലെ അവനെയാണ് കാണിക്കുന്നത്. ആശാൻ ഒരു ബാറിൽ ഇരിക്കുകയായിരുന്നു. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഡീമൺ ലേഡിയില്ലേ അവളുടെ ചേച്ചി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവൻ ശ്രദ്ധിക്കുന്ന രീതിയിൽ അവിടെയുള്ള ആളുകളോടെല്ലാം വർത്താനം പറഞ്ഞിട്ട് അവളിപ്പോ പുറത്തേക്ക് ഇറങ്ങി നടക്കുന്നുണ്ട്. ഡീമൺ ഹണ്ടറിനും ഇവൾ ആരാന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന് നൈസായിട്ട് അവളെ ഫോളോ ചെയ്ത് പോവാണ്. ഈ ഡീമൺ അങ്ങനെ പോയിട്ട് അവളുടെ ആ ഒരു താവളത്തിൽ എത്തുന്നുണ്ട്. ഇതേ സമയത്ത് അവളെ ഫോളോ ചെയ്തിട്ട് ഡീമൺ ഹണ്ടറും ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറാണ്. ഇവൻ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറിയ അതേ സമയത്ത് തന്നെ ആ വാതിലുകൾ ഇപ്പോൾ കൊട്ടിയടക്കപ്പെടുന്നുണ്ട്. അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ണാടിക്കുള്ളിൽ നിന്നും ഇപ്പോൾ നമ്മുടെ ഡീമൺ ലേഡിയുടെ ചേച്ചി പുറത്തേക്ക് വരാണ്. നീ എന്തിനാ അവളുടെ പുറകെ ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കുന്നത്, അവളെ ഫ്രീ ആയിട്ട് വിട്ടൂടെ എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഡീമൺ ഹണ്ടർ പറയുന്നുണ്ട്, അവളെ ഒരിക്കലും ഡീമണായിട്ട് തുടരാൻ ഞാൻ അനുവദിക്കില്ല, അവളുടെ ഉള്ളിലുള്ള ആ ഒരു സ്പിരിറ്റ് ബോൾ എനിക്ക് വേണം, ഡീമണായിട്ട് നശിക്കാനായിട്ട് ഞാൻ ഒരിക്കലും അവളെ അനുവദിക്കില്ല എന്ന് പറയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ഡീമൺ ലേഡിയുടെ ആ ഒരു ചേച്ചിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നീ മരിക്കേണ്ടവനാണെന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു കണ്ണാടി ഇവന് നേരെ വലിച്ചെറിയാണ്. ഡീമൺ ഹണ്ടർ ഒരു വിധത്തില് അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറുന്നുണ്ടെങ്കിലും ഇവളിപ്പോ അടുത്തുണ്ടായിരുന്ന മറ്റൊരു കണ്ണാടിയിലേക്ക് കൈയിട്ടാണ്. അത് ഇവന്റെ അടുത്തുണ്ടായിരുന്ന കണ്ണാടി വഴി പുറത്തേക്ക് വന്നിട്ട് അവനെ ആക്രമിക്കുന്നുണ്ട്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് അവിടുന്ന്
ഭയങ്കരമായിട്ട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഡീമൺ ലേഡിയുടെ ചേച്ചിയുടെ പവർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കണ്ണാടികളെ മുഴുവനും ഇവൾക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു കണ്ണാടിക്കുള്ളിൽ നിന്നും മറ്റൊരു കണ്ണാടിയിലേക്ക് ഇവൾക്ക് ആക്സസ് കിട്ടും. അങ്ങനെ അവിടെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ കണ്ണാടികളും ഉപയോഗിച്ചിട്ട് ഇവള് നമ്മുടെ ഡീമൺ ഹണ്ടറിനെ അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഡീമൺ ഹണ്ടറും അവന്റെ വാള് പുറത്തെടുത്തിട്ട് ഇപ്പോൾ അവളെ അറ്റാക്ക് ചെയ്യാണ്. ഈ റൂമിനുള്ളിലാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കണ്ണാടികൾ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. മിറർ ഡീമൺ ഒരു കണ്ണാടിക്കുള്ളിൽ കൂടെ കയറിയിട്ട് മറ്റൊരു കണ്ണാടിക്കുള്ളിൽ കൂടെ പുറത്തു വരും. എന്നിട്ട് ഇവൻ വിചാരിക്കാത്ത ഡയറക്ഷനിൽ നിന്നും ഇവൻ അറ്റാക്ക് ചെയ്യും. അങ്ങനെ പല പല കണ്ണാടികളിലൂടെ കയറി ഇറങ്ങിയിട്ട് ഇവനെ പുഴുങ്ങി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഇവിടെ ഇത്രയും കണ്ണാടികളുള്ള സമയത്ത് അവളെ തോപ്പിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത് ഡീമൺ ഹണ്ടറിന് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവന്റെ വാൾ ഉപയോഗിച്ചിട്ട് ആ ഒരു കണ്ണാടികൾ മുഴുവനും ആശാൻ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ മിറർ ഡീമൺ പെട്ടെന്ന് ഒരു കണ്ണാടിക്കുള്ളിലേക്ക് പോകുന്നുണ്ട്. ഒരുപാട് കണ്ണാടികൾ വെച്ചിട്ടുള്ള ഒരു ഷെൽഫിനടുത്തുള്ള മറ്റൊരു കണ്ണാടിയിൽ കൂടെ ഇവള് കൈ പുറത്തേക്ക് ഇടാണ്. അതിനുശേഷം ഈ ഷെൽഫിൽ ഉണ്ടായിരുന്ന കണ്ണാടികൾ മുഴുവനും ഇവന് നേരെ ഒരു ഡിസ്ക് മാതിരി ഇങ്ങനെ എറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പോൾ ഓരോരോ കണ്ണാടികളായിട്ട് നമ്മുടെ ഡീമൺ ഹണ്ടർ അവന്റെ വാള് വെച്ചിട്ട് അങ്ങനെ തട്ടിക്കളയുന്നുണ്ട്. എന്നാൽ ഇവളിപ്പോ ഇവന്റെ ബാക്കിലുണ്ടായിരുന്ന മറ്റൊരു കണ്ണാടി വഴി വന്നിട്ട് ഇവന്റെ കാലിൽ പിടിച്ചു വലിക്കുകയാണ്. തെറിച്ചു പോയിട്ട് മറ്റു ചില കണ്ണാടികൾ വെച്ചിട്ടുള്ള ആ ഒരു ഭാഗത്തേക്ക് ഇവൻ നിൽക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഇവന്റെ ചുറ്റുമുള്ള എല്ലാ കണ്ണാടിയിൽ നിന്നും ഈ മിറർ ഡീമണിന്റെ കാലും കൈയും എല്ലാം വന്നിട്ട് അവനെ അവിടെ വരിഞ്ഞു മുറുക്കി അങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ മേലെയുള്ള മറ്റൊരു കണ്ണാടിയിൽ നിന്നും മിറർ ഡീമണിന്റെ ശരീരത്തിന്റെ പകുതി ഭാഗം പുറത്തേക്ക് വരാണ്. അവളൊരു കത്തി എടുത്തിട്ട് ഇവനെ കുത്തിക്കൊല്ലാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഇതിന് തൊട്ടടുത്തായിട്ട് മറ്റൊരു കണ്ണാടി വെച്ചിട്ടുണ്ടായിരുന്നു. ആ കണ്ണാടിയിൽ നിന്നും വേറൊരു കൈ വരുന്നുണ്ട്. നോക്കുന്ന സമയത്ത് അത് ഈ ഒരു മിറർ ഡീമണിന്റെ സിസ്റ്റർ ആയിട്ടുള്ള ആ ഒരു ഡീമൺ ലേഡിയാണ്. അവൾ ആ ഒരു കത്തിയിലേക്ക് കയറി പിടിക്കുകയാണ്. എന്നിട്ട് ഡീമൺ ഹണ്ടറിനെ കൊല്ലാൻ സമ്മതിക്കാതെ ആ ഒരു കത്തിയുടെ മൂർച്ചയുള്ള ഭാഗത്ത് തന്നെ അവൾ അമർത്തി പിടിക്കുന്നുണ്ട്. ഈ ഒരു സമയത്തേക്കും നമ്മുടെ ജാക്കി ഇവിടേക്ക് എങ്ങനെയൊക്കെയോ എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആശാനിപ്പോ ബ്രഷ് പുറത്തെടുത്തിട്ട് ഈ ഡീമൺസിന് നേരെ ഒരു സ്പെല്ല് അയക്കുകയാണ്. ഈ ഒരു സ്പെല്ല് കണ്ടതും മിറർ ഡീമൺ നമ്മുടെ ഡീമൺ ഹണ്ടറിനെയും അവിടെ വിട്ടിട്ട് കണ്ണാടിക്കുള്ളിലേക്ക് പോവുകയാണ്. ആ ഒരു സ്പെല്ലിന്റെ പവറിൽ നമ്മുടെ മിറർ ലേഡിയും അവൾ എവിടെയാണോ ഉള്ളത് അവിടെ തന്നെ ബോധം കെട്ടി വീഴുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ജാക്കി ഓടിപ്പോയിട്ട് നമ്മുടെ ഡീമൺ ഹണ്ടറിനെ പിടിച്ചെണീപ്പിക്കുന്നുണ്ട്. നോക്കുമ്പോൾ ആശാന്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ട്രീ ഡീമണിനെ വിളിച്ചിട്ട് ഇവനെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളെല്ലാം കൊടുക്കാൻ പറയാണ്. ട്രീ ഡീമണും അവനെ തൂക്കിയെടുത്തിട്ട് അവിടുന്ന് പോകുന്നുണ്ട്. എന്നാൽ ജാക്കിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും എന്തോ ഒരു പ്രസൻസ് അവിടെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പുള്ളി അവിടേക്ക് ഇങ്ങനെ ചുറ്റി നടക്കുന്ന സമയത്ത് പെട്ടെന്ന് മറ്റൊരു കണ്ണാടിക്കുള്ളിൽ നിന്നും ഈ ഒരു മിറർ ഡീമൺ നമ്മുടെ ജാക്കിയെ കണ്ണാടിക്കുള്ളിലേക്ക് പിടിച്ചു വലിക്കുന്നുണ്ട്. എന്നാൽ ആശാനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയൊക്കെയോ പിടിച്ചു നിൽക്കുകയാണ്. ഇതിനിടയിൽ ചുമരിൽ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്ന ആ ഒരു കണ്ണാടി താഴേക്ക് വീഴുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ജാക്കിയുടെ പകുതി ബോഡി ഇവിടെയും പകുതി ബോഡി ആ ഒരു മിറർ വേൾഡിലുമാണുള്ളത്. ആശാന്റെ എത്രയോ സിനിമകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്നാൽ ഹാഫ് ബോഡി വെച്ചിട്ട് ഫൈറ്റ് ചെയ്യുന്ന ഈ ഒരു സീൻ ആദ്യമായിട്ട് കാണുന്നത്. പുള്ളി ഇപ്പോൾ 2 കാലിൽ എണീറ്റ് നടക്കുകയാണ്. ഇതിനിടയിൽ ഹാഫ് ബോഡി മറ്റൊരു കണ്ണാടിയിൽ കാണുന്നുണ്ട്. ആ കണ്ണാടി എങ്ങനെയൊക്കെയോ കാലുകൊണ്ട് തട്ടി വിടുകയാണ്. ഇതിനിടയിൽ ആ ഒരു മിറർ ഡീമൺ അവിടെ ബാക്കിയുണ്ടായിരുന്ന കണ്ണാടികളിലൂടെ വന്നിട്ട് ജാക്കിയോട് ഫൈറ്റ് ചെയ്യാനായിട്ടും ശ്രമിക്കുന്നുണ്ട്. ആശാൻ ഇപ്പോൾ എങ്ങനെയൊക്കെയോ ചാടി പോയിട്ട് ആളുടെ അപ്പർ ബോഡി സ്റ്റക്കായി കിടക്കുന്ന ആ ഒരു മിറർ ചവിട്ടിയിടുകയാണ്. ഈ ഒരു സമയത്തേക്കും മിറർ ലേഡി ആ കണ്ണാടിക്കുള്ളിൽ നിന്നും പുറത്തേക്ക് വരുന്നുണ്ട്. ജാക്കി അവളുടെ പുറകിൽ പിടിച്ചിട്ട് എങ്ങനെയൊക്കെയോ ഈ ഒരു കണ്ണാടിക്കുള്ളിൽ നിന്ന് അവളുടെ കൂടെ തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. എന്നാലും അപ്പർ ബോഡിയും ലോവർ ബോഡിയും ഇപ്പോൾ 2 ഭാഗത്ത് തന്നെയാണുള്ളത്. 2 കണ്ണാടിയിൽ ഒരു ഘട്ടത്തിൽ എങ്ങനെയൊക്കെ ചാടി തുള്ളിയിട്ട് ഈ 2 കണ്ണാടി കൂടിയിട്ട് ഒരുമിച്ച് വെക്കുകയാണ്. അങ്ങനെ ബോഡിയുടെ 2 പാർട്ട് കൂടി ഇപ്പോൾ ഒട്ടിയിട്ടുണ്ട്. എന്നാൽ അപ്പോഴും നടുക്ക് ആ ഒരു 2 കണ്ണാടികൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ പോക്കറ്റിലേക്ക് കൈയിട്ടിട്ട് ഒരു വിധത്തിൽ ആ ഒരു മാജിക് ബ്രഷ് പുറത്തെടുക്കുകയാണ്. അതുവഴി ആ ഒരു മാജിക് ബുക്കും ആശാൻ ഇപ്പം അങ്ങോട്ടേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ ഈ ബുക്കിൽ ഒരു പോർട്ടൽ ക്രിയേറ്റ് ചെയ്തിട്ട് ഈ ഒരു മിറർ ഡീമണിന് നേരെ ആ ചങ്ങല പറഞ്ഞയക്കുകയാണ്. ചങ്ങലയും ബുക്കിൽ നിന്നും പുറത്തു വന്നിട്ട് ഇവളെ പിടിക്കാനായിട്ട് ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ട്. ഇവൾ ഒരു കണ്ണാടിയിൽ നിന്നും അടുത്ത കണ്ണാടിയിലേക്ക് ജമ്പ് ചെയ്യും. ഈ കണ്ണാടിയിൽ നിന്നും ആ കണ്ണാടിയിലേക്ക് ജമ്പ് ചെയ്യും. ഒരു ഘട്ടത്തിൽ ഇവൾ കയറാൻ നിന്നിട്ടുള്ള ആ ഒരു കണ്ണാടി തന്നെ പൊട്ടിച്ചിട്ട് ഈ ചങ്ങലകള് നമ്മുടെ മിറർ ഡീമണിനെ ഒന്നായിട്ട് പിടിക്കുകയാണ്. അവള് നേരെ ആ ഒരു ബുക്കിനുള്ളിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ജാക്കിയുടെ അരഭാഗത്ത് 2 കണ്ണാടികൾ ഉണ്ടായിരുന്നില്ലേ, മന്ത്രങ്ങൾ ഉപയോഗിച്ചിട്ട് അതും ഇപ്പൊ പൊട്ടിച്ച് കളയുന്നുണ്ട്. 2 പാർട്ടും നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നൊക്കെ ആശാൻ ചെക്ക് ചെയ്ത് നോക്കുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ യാനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവന് ഡേസിയും കൂട്ടിയിട്ട് ആ ഒരു കർച്ചീഫ് വെച്ചിട്ട് അന്വേഷിച്ച് പോയിട്ടുണ്ടായിരുന്നില്ലേ. അവർ ചെന്നെത്തിയത് ആ ഒരു ലേഡി ഡീമണിന്റെ അടുത്തേക്കായിരുന്നു. അതായത് ആ സിസ്റ്റർ ഡീമണിലെ അവിടെ ഒളിച്ചു വന്നിട്ട് ഇവിടെ നടന്നിട്ടുള്ള ഈ ഒരു കൂത്തുകളെല്ലാം നമ്മുടെ യാനും കണ്ടിട്ടുണ്ട്. അതായത് ഇവൾ ആ ഒരു കണ്ണാടിക്കുള്ളിലേക്ക് കൈയിട്ടതും നമ്മുടെ ഡീമൺ ഹണ്ടറിനെ രക്ഷിച്ചതും അവസാനം ഇവൾ ബോധം കിട്ടു വീണതും കുറെ സമയത്തിന് ശേഷം ആ ഡീമൺ ലേഡിയില്ലേ, അതായത് സിസ്റ്റർ ഡീമൺ, അവൾക്ക് ബോധം വന്നിട്ടുണ്ട്. നമ്മുടെ യാൻ അവനിപ്പോ നേരെ ജാക്കിയുടെ അടുത്തേക്ക് തല്ലിപ്പിടിച്ച് ഓടി വരാണ്. എന്നിട്ട് നടന്നിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ വിശദമായിട്ട് തന്നെ പറയുന്നുണ്ട്. ഇതേപോലെ ഒരു ലേഡി ഡീമൺ ഉണ്ട്, അവളായിരിക്കും ആ ഒരു പെൺകുട്ടികളെ മുഴുവനും കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ടാവുക. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയാണ്. ഇപ്പോൾ ഇവരെല്ലാവരും ചേർന്നിട്ട് ആ ഒരു ലേഡി ഡീമണിനെ തെരഞ്ഞു പോകാൻ നിൽക്കുകയാണ്. ഈ സമയത്ത് നമ്മുടെ ഡീമൺ ഹണ്ടറിന് ബോധം വന്നിട്ടുണ്ട്. ആശാനിപ്പോ ജാക്കിയുടെ അടുത്തേക്ക് വന്നിട്ട് നിങ്ങൾ അവളെ ഹണ്ട് ചെയ്യാനായിട്ട് പോവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ കൂടെ വരുന്നുണ്ട്, എന്നെയും കൂടി കൊണ്ടുപോകണമെന്ന് പറയാണ്. ജാക്കിയാണെന്നുണ്ടെങ്കിൽ നിന്റെ ശരീരത്തിൽ ഇപ്പോഴും ഒരുപാട് മുറിവുകളുണ്ട്, നീ ഇനിയും ഹീലായിട്ടില്ല, അങ്ങനെ മുഴുവനായിട്ട് ക്യൂർ ആവാതെ നീ എന്തിനാ ഇപ്പൊ ഞങ്ങളുടെ കൂടെ വരുന്നേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. എന്നാൽ ഡീമൺ ഹണ്ടർ ആണെന്നുണ്ടെങ്കിൽ ജാക്കി എന്തൊക്കെ പറഞ്ഞിട്ട് കേൾക്കുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ വളരെ നിർബന്ധിച്ചിട്ട് ഞാനും നിങ്ങളുടെ കൂടെ വരുന്നുണ്ടെന്ന് പറയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ലേഡി മോൺസ്റ്റർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവൾക്ക് കുറെ സമയത്തിന് ശേഷം ഇപ്പൊ ബോധം വന്നിട്ടുണ്ട്. പുറത്തേക്ക് ഇറങ്ങി നോക്കുന്ന സമയത്ത് നമ്മുടെ ജാക്കിയും ടീംസും അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. ഇവളെ കണ്ട സമയത്ത് തന്നെ ജാക്കി ആ ഒരു ബുക്ക് പുറത്തെടുത്തിട്ട് അവളെ ബുക്കിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള ആ സ്പെല്ല് കാസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങാണ്. എന്നാൽ ഈ സമയത്ത് ഡീമൺ ഹണ്ടർ ചാടി ജാക്കിയുടെ
ജാക്കിയുടെ മുന്നിലേക്ക് നിൽക്കുന്നുണ്ട്. അവളെ ആ ഒരു ബുക്കിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരുത്, അവളുടെ നെറ്റിയിലുള്ള സ്പിരിറ്റ് ബോൾ മാത്രം നിങ്ങളുടെ ഈ ഒരു ബ്രഷിന്റെ ശക്തി വെച്ചിട്ട് എനിക്ക് പുറത്തെടുത്ത് തന്നാൽ മതി എന്നിങ്ങനെ പറയാണ്. ജാക്കിയും അത് സമ്മതിക്കുന്ന പോലെയൊക്കെ കാണിക്കുന്നുണ്ട്. എന്നാൽ ജാക്കി കാണുന്നുണ്ടെങ്കിൽ ഇവള് ഭയങ്കര ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു ഡീമൺ ആണെന്നുള്ളത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവളെ ബുക്കിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരണമായിരുന്നു. ഇവനോട് ഈ ഒരു കാര്യങ്ങളെല്ലാം സമ്മതിച്ചതിന് ശേഷം ഇവളെ ഈ ഒരു ബുക്കിന്റെ ഉള്ളിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള സ്പെൽ അയക്കാൻ തുടങ്ങുകയാണ്. ഇത് മനസ്സിലാക്കിയിട്ടുള്ള ഡീമൺ ഹണ്ടർ ഇതിന്റെ ഇടയിൽ വീണ്ടും ചാടി കയറുന്നുണ്ട്. എന്നിട്ട് ജാക്കിയെ പിടിച്ചു വെക്കുകയാണ്. ഇതിനിടയിൽ നമ്മുടെ ട്രീ ഡീമണും ബോംബ് ഡീമണും യാനും കൂടിയിട്ട് ഈ ലേഡി അറ്റാക്ക് ചെയ്യുന്നുണ്ട്. എന്നാൽ അവൾ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ വലിയൊരു തുണിയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു മരത്തിന്റെ മുകളിലേക്ക് ഇവർ മൂന്നുപേരെയും ബന്ധിക്കുകയാണ്. അതിനുശേഷം ജാക്കിയുടെയും ഈ ഒരു ഡീമൺ ഹണ്ടറിന്റെ നേരെ തിരിയുന്നുണ്ട്. ഇവർ തമ്മിലിങ്ങനെ അടിയുണ്ടാക്കുന്നതിന്റെ ഇടയിൽ ആ ഒരു ലേഡി ഡീമൺ ഹണ്ടർ ഇവളെ രക്ഷിക്കാനായിട്ട് ശ്രമിക്കുകയാണെന്ന് പോലും വകവയ്ക്കാതെ അവനെ തൂക്കിയെടുത്തിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഭിത്തിയിലേക്ക് അടിക്കുകയാണ്. അതിനുശേഷം ജാക്കിയെ അവൾ ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഈ ഫൈറ്റിന്റെ ഒരു ഘട്ടത്തിൽ ഒരുപാട് നീളമുള്ള 2 തുണികൾ കൊണ്ട് ജാക്കിയുടെ 2 കൈയും അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും വലിച്ചു കെട്ടിയിരിക്കുകയാണ്. അതിനുശേഷം മറ്റൊരു തുണി വെച്ചിട്ട് ജാക്കിയുടെ കഴുത്തിലേക്ക് ഇങ്ങനെ വരിഞ്ഞു മുറുക്കിക്കൊണ്ടിരിക്കുകയാണ്. ജാക്കിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടുന്നുണ്ട്. ആശാനിപ്പോ ഒരു വിധത്തില് കയ്യിലുണ്ടായിരുന്ന ബ്രഷ് അവിടുന്ന് എറിഞ്ഞിട്ട് വായ കൊണ്ട് കടിച്ചു പിടിക്കുകയാണ്. എങ്ങനെയൊക്കെയോ കഴുത്തൊക്കെ വെട്ടി തിരിച്ചിട്ട് ഒരു വിധത്തില് ആ ബ്രഷ് കൊണ്ട് ഒരു സ്പെല്ല് അവിടെ എഴുതുന്നുണ്ട്. ഈ ഒരു സ്പെല്ല് പൂർത്തിയായ അതേ സമയത്ത് തന്നെ അവൾ അവിടെ സ്റ്റക്ക് ആവുകയാണ്. ഇപ്പൊ ആ ഒരു സ്പെല്ലിനുള്ളിൽ നിന്നും ചങ്ങലകൾ പോയിട്ട് അവളെ കെട്ടിവരിക തുടങ്ങാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഡീമൺ ഹണ്ടറിന്റെ ബോധം വന്നിട്ടുണ്ട്. അവൻ ഓടി വന്നിട്ട് അവളെ അവിടുന്ന് തള്ളി മാറ്റാണ്. അതുകൊണ്ട് തന്നെ ജാക്കി അയച്ചിട്ടുള്ള ആ ഒരു സ്പെല്ല് അത് വേസ്റ്റ് ആയി പോകുന്നുണ്ട്. ഡീമൺ ഹണ്ടർ ഇവളെ അവിടുന്ന് മാറ്റിയതുകൊണ്ട് തന്നെ ജാക്കിയുടെ കഴുത്തിൽ അവൾ കെട്ടിയിട്ടുണ്ടായിരുന്ന ആ ഒരു സ്പെല്ലും വേസ്റ്റ് ആയി പോകുന്നുണ്ട്. ഇവനിപ്പോ ഓടി വന്നിട്ട് ജാക്കിയെ മുറുക്കെ കെട്ടിപ്പിടിക്കുകയാണ്. അതിനുശേഷം ആ ലേഡി ഡീമണിനോട് നീ വേഗം അവിടുന്ന് ഓടിപ്പോയിക്കോ എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. ഈ ഒരു ഗ്യാപ്പ് യൂസ് ചെയ്തിട്ട് അവളും ഇപ്പോ അവിടുന്ന് പറന്നു പോവുകയാണ്. ഇവള് സേഫ് ആയിട്ട് അവിടുന്ന് പറന്നു പോയി എന്ന് ഉറപ്പായി കഴിഞ്ഞപ്പോ ഡീമൺ ഹണ്ടർ നമ്മുടെ ജാക്കിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. നീ എന്തിനാണ് എന്നെ ഇവിടെ നിർത്തിയേക്കുന്നത്, മര്യാദയ്ക്ക് അയച്ചുവിട് എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ട സമയത്ത് തന്നെ ഡീമൺ ഹണ്ടർ ജാക്കിയോട് പറയുന്നുണ്ട്, മാസ്റ്റർ നിങ്ങൾ എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേറൊരു വഴിയില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തത്. ജാക്കിയാണെന്നുണ്ടെങ്കിൽ നീ ഇപ്പം മര്യാദയ്ക്ക് എന്നെ അഴിച്ചുവിട് എന്നിങ്ങനെ പറയാണ്. മാസ്റ്റർ എന്നോട് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ മാത്രമേ ഞാൻ അഴിച്ചുവിടുള്ളൂ എന്നിങ്ങനെ പറയാണ്. ഓ തേങ്ങാക്കൊല്ല, നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു എന്നിങ്ങനെ ജാക്കി പറയുന്നുണ്ട്. അതേസമയത്ത് തന്നെ ഹണ്ടർ അവന്റെ ആ ഒരു വാള് വെച്ചിട്ട് ഈ കെട്ടെല്ലാം വെട്ടി മുറിക്കുകയാണ്. കെട്ട് മുറിച്ച സമയത്ത് തന്നെ ജാക്കി നിലത്തേക്ക് 10 എന്ന് പറഞ്ഞ് വീഴുന്നുണ്ട്. ഇപ്പൊ ഹണ്ടർ ആണെന്നുണ്ടെങ്കിൽ ഓടി വന്നിട്ട് ആശാനെ പിടിച്ചെണീപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്നെ തൊട്ടു പോരുത് എന്നൊക്കെ വലിയ ഡയലോഗ് അടിക്കുന്നുണ്ടെങ്കിലും ഈ ഒരു വീണ വീഴ്ചയിൽ ആശാൻ ഒറ്റയ്ക്ക് എണീക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. ആ ശരി വന്ന് എണീപ്പിക്കുക എന്നൊക്കെ ഇപ്പൊ പറയാണ്. ഹണ്ടറും ഇപ്പോൾ അവനെ വന്നിട്ട് എണീപ്പിക്കുന്നുണ്ട്. അതിനുശേഷം ബാക്കിയുള്ള ആൾക്കാരെയും അവിടുന്ന് രക്ഷപ്പെടുത്തുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പെൺകുട്ടിയെ കാണാതായിട്ടുണ്ടായിരുന്നില്ലേ, ഈ ഒരു മേയറുടെ മകള്. മേയർ ഇപ്പോൾ ഈ കേസ് അന്വേഷിക്കാൻ ഏൽപ്പിച്ചിട്ടുള്ള പോലീസ് ഇൻസ്പെക്ടറിനെയും അതുപോലെ തന്നെ നമ്മുടെ യാനെയും അങ്ങോട്ടേക്ക് വിളിച്ചിട്ടുണ്ട്. യാനിപ്പോ ഇവരെല്ലാം കൂട്ടിയിട്ട് ആ ഒരു മിറർ ഡീമണിന്റെ സ്ഥലത്തേക്ക് പോവാണ്. മിറർ ഡീമൺ അവിടെ ഉണ്ടായിരുന്ന ഒരു ചിത്രത്തില് ഈ ഒരു പെൺകുട്ടിയുടെ ആത്മാവ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഒരു കാര്യങ്ങളെല്ലാം മേയറിന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇവളെ എന്റെ ടീച്ചറിന് തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നൊക്കെ അവൻ പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഇൻസ്പെക്ടർ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഈഗോ ഇളകുന്നുണ്ട്. ഓഹോ, ഈ ഡീമൺ ചെകുത്താൻ പിശാച് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല, അതൊക്കെ ഇവൻ വെറുതെ കഥയടിക്കുന്നല്ലേ, ഞാൻ പറഞ്ഞില്ലേ നിങ്ങളുടെ മകള് ഏതോ ഒരുത്തിന്റെ കൂടെ ഓടിപ്പോയതാണ് എന്നൊക്കെ ആശാനിപ്പോ വിളിച്ചു പോകുന്നുണ്ട്. ഇത് കേട്ട സമയത്ത് തന്നെ മേയർ അവന്റെ മോന്തക്കുറ്റി നോക്കി ഒരെണ്ണം കൊടുക്കുകയാണ്. നീ പറ, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്, എത്ര നാൾ കൊണ്ട് നിനക്ക് അവളെ തിരിച്ചുകൊണ്ടുവരാനായിട്ട് സാധിക്കും, ഇനി മുതൽ നീയും ഒരു ഷെരീഫാണ്, അതായത് ഈ ഒരു ഗ്രാമത്തിലെ പോലീസ് ഇൻസ്പെക്ടർ. ഇങ്ങനെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ പോലീസ് ഇൻസ്പെക്ടേഴ്സ് ഉണ്ട്. ആരാണോ ആദ്യം എന്റെ മകളെ തിരിച്ചുകൊണ്ടുവരുന്നത് അവരായിരിക്കും പിന്നെ അങ്ങോട്ട് പോലീസ് ഇൻസ്പെക്ടർ ആവുക എന്നുള്ളത് മാത്രമല്ല, അയാൾക്ക് ഞാൻ എന്റെ മകളെയും കെട്ടിച്ചു കൊടുക്കും എന്നിങ്ങനെ പറയാണ്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ രണ്ടുപേരുടെ മനസ്സിൽ ഓരോരോ ലഡു പൊട്ടുന്നുണ്ട്. അന്ന് രാത്രി നമ്മുടെ ജാക്കിയും ടീമും എല്ലാം ചേർന്നിട്ട് മനസ്സിലുള്ള കാര്യങ്ങൾ വായിക്കാനും അതുപോലെ തന്നെ മനസ്സിലുള്ള ഓർമ്മകൾ നശിപ്പിച്ച് കളയാനായിട്ടും അങ്ങനെയുള്ള പവേഴ്സ് എല്ലാം നമ്മുടെ ഡെയ്സിക്കല്ലേ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഡെയ്സിയെ ഡീമൺ ഹണ്ടറിന്റെ അടുത്തേക്ക് അവൻ പോലും അറിയാതെ പറഞ്ഞു വിടുകയാണ്. എന്നിട്ട് ഇവന്റെ ഫ്ലാഷ് ബാക്ക് എല്ലാം അവൻ പോലും അറിയാതെ ഡെയ്സിയിലൂടെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഈ ഡീമൺ ഹണ്ടർ ഒരു കാലത്ത് ശരിക്കും ഒരു ഡീമൺ ആയിരുന്നു. അവനൊരു പാമ്പിന്റെ രൂപത്തിൽ നിഴലിൽ മാത്രം ചുറ്റിക്കറങ്ങി നടക്കുകയായിരുന്നു. ഇതിനിടയിലാണ് അവൻ നമ്മുടെ ഈ ഒരു ഡീമൺ ലേഡിയെ കാണുന്നത്. ഒരുപാട് ചെറുപ്പത്തിൽ തന്നെ ഇവനുള്ള ഈ ഒരു മരത്തിന്റെ ചുവട്ടിലേക്ക് പൂ പറിക്കാനായിട്ട് വന്നായിരുന്നു അവള്. ഇവളെ കണ്ട സമയത്ത് തന്നെ അവന് എന്തോ ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവളുടെ നിഴലിലേക്ക് ഡീമൺ ആയിട്ടുള്ള നമ്മുടെ ഡീമൺ ഹണ്ടർ കയറുകയാണ്. അങ്ങനെ മെല്ലെ മെല്ലെ ഇവർ തമ്മിൽ ഭയങ്കര ഫ്രണ്ട്ലി ആവുന്നുണ്ട്. പിന്നീട് അങ്ങോട്ട് അവളുടെ നിഴലിലായിരുന്നു ഇവൻ ജീവിച്ചുകൊണ്ടിരുന്നത്. ഒരുപാട് കാലങ്ങൾ ഇവരങ്ങനെ ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അന്ന് ഇവള് ഡീമണൊന്നും ആയിരുന്നില്ല, സാധാരണ ഒരു മനുഷ്യ പെൺകുട്ടിയായിരുന്നു. ഒരു ദിവസം അവള് നമ്മുടെ ഡീമൺ ഹണ്ടറിനോട് ചോദിക്കുകയാണ്, നീ ഇങ്ങനെ ഈ ഒരു ഡീമൺ രൂപത്തിൽ മാത്രം ഇരുന്നാൽ മതിയോ, നിനക്ക് ശരിക്കുള്ള ഈ ഒരു ലോകം മുഴുവനും കാണണ്ടേ, എന്നാൽ അതെങ്ങനെ സാധിക്കാനാണ്, ഇവള് സാധാരണ ഒരു പെൺകുട്ടിയും ഇവനൊരു ഡീമണും ആണല്ലോ. ഇതിനൊരു സൊല്യൂഷൻ അവസാനം ഇവർ കണ്ടെത്തുകയാണ്. അതായത് ഹീറോയിന്റെ നെറ്റിയിലുള്ള ആ ഒരു സ്പെൽ ബൗള് കുറച്ചു കാലത്തേക്ക്
നമ്മളുടെ ഡീമൺ ലേഡി അവളുടെ നെറ്റിയിലേക്ക് ഏറ്റുവാങ്ങും. ആ സമയത്ത് ഇവന് സാധാരണ ഒരു മനുഷ്യനായിട്ട് ലോകം മുഴുവനും ചുറ്റിക്കറങ്ങാനും എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ഇവൻ തിരിച്ചു വന്നിട്ട് ഇവളുടെ കയ്യിൽ നിന്നും ആ ഒരു സ്പിയർ ബോൾ വാങ്ങും. അങ്ങനെ വീണ്ടും അവളെ സാധാരണ ഒരു പെൺകുട്ടിയേക്ക് മാറ്റും. അങ്ങനെ ഇവൾ ഈ ഒരു ടാസ്കിന് റെഡിയാവാണ്. പറഞ്ഞിട്ടുള്ളതുപോലെ ഡീമൺ ആയിട്ടുള്ള നമ്മളുടെ ഡീമൺ ഹണ്ടറുടെ ശരീരത്തിൽ നിന്നും ആ ഒരു സ്പെൽ ബോൾ ആ പെൺകുട്ടി ഏറ്റുവാങ്ങാണ്. അങ്ങനെയാണ് ഇവള് ഡീമൺ ലേഡിയായിട്ട് മാറിയിട്ടുള്ളത്. എന്നാൽ ഇവൻ നാട് ചുറ്റാൻ പോയ ആ ഒരു സമയത്ത് ഡീമൺ ലേഡിയുടെ വീട്ടിലേക്ക് അവരെ ആക്രമിക്കാനായിട്ട് കുറെ ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവരെ മുഴുവനും ഈ ഒരു ഡീമണിന്റെ പവർ ഉപയോഗിച്ചിട്ട് ഈ ഡീമൺ ലേഡി കൊന്നുകളയാണ്. ഇവളുടെ കയ്യിൽ രക്തം പറ്റിയതും ആളുടെ ഉള്ളിലുണ്ടായിരുന്ന ആ ഡീമൺ എനർജി അത് വീണ്ടും വലുതാവുകയാണ്. അത് ഇവളെ മുഴുവനായിട്ടും വിഴുങ്ങുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുള്ള നമ്മളുടെ ഡീമൺ ഹണ്ടർ അവൻ ഭയങ്കരമായിട്ട് വിഷമിക്കുന്നുണ്ട്. ഞാൻ കാരണമാണല്ലോ അവൾക്ക് ഈ ഒരു അവസ്ഥ വന്നത്. അവളുടെ നോർമൽ ആയിട്ടുള്ള ആ ഒരു ലൈഫ് നശിപ്പിച്ചത് ഞാനാണല്ലോ. അത് അവൾക്ക് ഞാൻ തിരിച്ചു കൊടുക്കാനായിട്ട് ബാധ്യസ്ഥനാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് അലഞ്ഞു. അവളുടെ ഉള്ളിലുള്ള ആ ഒരു ഡീമൺ ശക്തി അതിനെ തോൽപ്പിക്കാൻ ഞാനും ഒരുപാട് പവർഫുൾ ആയിട്ട് മാറേണ്ടി വന്നു. അതിനു വേണ്ടിയിട്ട് ഞാൻ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ഡീമൺസിനെ അറ്റാക്ക് ചെയ്തിട്ട് അവരുടെ പവേഴ്സ് ഉപയോഗിച്ചിട്ട് ഞാനും മെല്ലെ മെല്ലെ ശക്തനായി മാറി. അങ്ങനെയാണ് ഞാനൊരു ഡീമൺ ഹണ്ടറായിട്ട് മാറിയത്. എനിക്ക് എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം, അത് മാത്രമേ എന്റെ മനസ്സിലുള്ളൂ എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മുടെ ഡീമൺ ഹണ്ടർ ഭയങ്കര വിഷമത്തിലായിരുന്നു. ഡെയ്സി ഈ ഒരു കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ജാക്കിയോടും അതുപോലെ തന്നെ യാനോടും വന്ന് പറയാണ്. ഈ ഒരു കഥ കേട്ട സമയത്ത് തന്നെ നമ്മുടെ യാന് ഭയങ്കരമായിട്ട് പൊട്ടിക്കരയാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ടീച്ച്, നമുക്ക് എങ്ങനെയെങ്കിലും അവരെ സഹായിക്കണം എന്നൊക്കെ ഞാനിപ്പോൾ വിളിച്ചു പറയാണ്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഡീമൺ ഹണ്ടർ അങ്ങോട്ടേക്ക് വന്നിട്ട് എനിക്ക് എങ്ങനെയെങ്കിലും അവളെ രക്ഷിക്കണം, അവളുടെ ഉള്ളിൽ നിന്നും ആ ഒരു സ്പെൽ ബൗൾ നിങ്ങൾ എനിക്ക് എടുത്തു തരണം, അവളെ ഇനിയും ജീവിക്കാനായിട്ട് അനുവദിക്കണം എന്നൊക്കെ അവനിപ്പോൾ നമ്മുടെ ജാക്കി ചാന്റെ കാലിന് വേണ്ടി അപേക്ഷിക്കുകയാണ്. ഇവനിങ്ങനെ കരയുന്ന കഴിഞ്ഞപ്പോൾ നമ്മുടെ യാനാണെന്നുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജാക്കിയും ഇപ്പോൾ അതിനെന്താ വഴിയെന്ന് ആലോചിക്കുകയാണ്. ഇതിന്റെ ഇടയിലാണ് ജാക്കിക്ക് ഞാനിപ്പോ ഈ ഗ്രാമത്തിന്റെ ഷെരീഫ് അല്ലേ, ആ ഒരു സാധ്യത ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചിന്ത വരുന്നത്. ആശാനിപ്പോ യാങ്ങിന്റെ നേരെ തിരിയുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ജാക്കി ഒരു അറബിയുടെ വേഷത്തില് ഒട്ടകപ്പുറത്ത് അങ്ങനെ വരുന്നുണ്ട്. യാനും ഒരു പെൺകുട്ടിയുടെ വേഷത്തിലേക്ക് മാറിയിരിക്കുകയാണ്. യാൻ മാത്രമല്ല, ഇവരുടെ ആ ഒരു പോലീസ് കോൺസ്റ്റബിൾസും അതുപോലെ തന്നെ നമ്മുടെ പഴയ ഇൻസ്പെക്ടറും വേഷം മാറിയിട്ട് അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഒട്ടകത്തിന്റെ പാപ്പാനായിട്ട് നമ്മുടെ ഡീമൺ ഹണ്ടറും വേഷം മാറിയിട്ടുണ്ട്. ഇവരെല്ലാവരും എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യാനിന്റെ ഒരു ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് ഈ ഗ്രാമത്തിലെ ഒരുപാട് കന്യകകളായിട്ടുള്ള പെൺകുട്ടികളെ കൊണ്ടുവന്നിട്ട് ഒരു ഡാൻസ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേഡി ഡീമണിന് അവളുടെ ചേച്ചിയെ ജാക്കി ആ ഒരു ബുക്കിൽ അടച്ചു വെച്ചുകൊണ്ട് തന്നെ ജാക്കിയോട് നല്ല പകയുണ്ട്. തീർച്ചയായിട്ടും ആ പക വീട്ടാനായിട്ട് ജാക്കിയുടെ അടുത്തേക്ക് വീണ്ടും അവൾ വരും. എന്നാൽ ജാക്കിയോട് ഫൈറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവൾക്ക് നല്ല എനർജി വേണം. അതിനായിട്ട് ഇവള് കന്യകകളായിട്ടുള്ള പെൺകുട്ടികളെ തേടിപ്പോവും. ഇവരിങ്ങനെ ആ നാട്ടിലുള്ള കന്യകകളെല്ലാം ഒരു സ്ഥലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവള് ഇവരുടെ കൺമുന്നിലേക്ക് വരും. അവിടെ വെച്ചിട്ട് ഈ ഡീമൺ ലേഡീനെ പൂട്ടാന്നാണ് ഇവർ വിചാരിക്കുന്നത്. ഒട്ടകത്തിന്റെ ഡ്രൈവറായിട്ട് ചാർജ് എടുത്തിട്ടുണ്ടായിരുന്ന നമ്മുടെ ഡീമൺ ഹണ്ടറിനെ പുറത്ത് നിർത്തിയിട്ട് ബാക്കി എല്ലാവരും കൂടി ആ പ്രോഗ്രാം നടക്കുന്ന ഹാളിലേക്ക് കയറി ചെല്ലാണ്. വേറെയും ഒരുപാട് ഗസ്റ്റുകളെ അങ്ങോട്ടേക്ക് വിളിച്ചു വരുത്തിയിട്ടുണ്ടായിരുന്നു. ഇവർക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യുന്ന ആളുകളായിട്ടായിരുന്നു നമ്മുടെ ഇൻസ്പെക്ടറും ബാക്കിയുള്ള കോൺസ്റ്റബിൾസും വേഷം മാറിയിട്ടുണ്ടായിരുന്നത്. ഞാനാണെന്നുണ്ടെങ്കിൽ പഴയ വൈരാഗ്യം മനസ്സിൽ വെച്ചിട്ട് ഇൻസ്പെക്ടറിനെ അവിടേക്ക് വിളിക്കുന്നുണ്ട്. കസ്റ്റമേഴ്സിന് ഇങ്ങനെയാണോ സെർവ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് കയ്യിലുണ്ടായിരുന്ന വിസിൽ വെച്ചിട്ട് ആശാന്റെ മണ്ടയ്ക്ക് എന്നെ കൊട്ടി കൊടുക്കുകയാണ്. കള്ളപ്പന്നി, അവസരം നീ കറക്റ്റായിട്ട് മുതലാക്കുന്നുണ്ടല്ലേ, ശരി കാണിച്ചു തരാന്നൊക്കെ ഇൻസ്പെക്ടറും ഇപ്പോൾ പെരുവീർക്കുന്നുണ്ട്. ജാക്കിയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് കുറച്ച് ടെൻഷനിലായിരുന്നു. അവിടെ ഒരുപാട് പെൺകുട്ടികൾ പെർഫോം ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു കന്യകയ്ക്ക് വേണ്ടിയിട്ട് അവൾ ഇവിടേക്ക് വരും. ജാക്കിയാണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടെ തന്നെ ആ ഒരു ഭാഗമൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്ന നമ്മുടെ ഡീമൺ ഹണ്ടറിലെ അവൻ പ്രണയിക്കുന്ന പെൺകുട്ടിയാണല്ലോ നമ്മുടെ ഡീമൺ ലേഡി. അതുകൊണ്ട് തന്നെ അവൾ ഈ ഒരു ഭാഗത്ത് എവിടെയോ ഉണ്ട് എന്നുള്ള ആ ഒരു ഫീലിംഗ് നമ്മുടെ ഡീമൺ ഹണ്ടറിന് വരുന്നുണ്ട്. അവനിപ്പോൾ അവളുടെ പേരും വിളിച്ചിട്ട് ആ ഒരു ഗ്രാമത്തിലൂടെ അങ്ങനെ അലഞ്ഞു നടക്കുകയാണ്. ഒരുപാട് ദൂരം ചെന്നതിന് ശേഷം ആ ഒരു ഫീലിംഗ് അവന് ഭയങ്കരമായിട്ട് കൂടി വരുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഡീമൺ ലേഡി അവന്റെ തൊട്ടുപുറകിൽ വന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. അവനിപ്പോൾ മെല്ലെ തിരിഞ്ഞു നോക്കുകയാണ്. ഡീമൺ ലേഡി ചോദിക്കുന്നുണ്ട്, നീ എന്തിനാ എന്നെ അന്വേഷിച്ച് നടക്കുന്നത്? എന്റെ ചേച്ചിയെ നരകത്തിലേക്ക് അയച്ചതുപോലെ എന്നെ കൊല്ലാനാണോ നീ ശ്രമിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ഡീമൺ ഹണ്ടർ പറയാണ്, ഞാൻ പറയുന്ന കാര്യമൊന്ന് നീ ദയവ് ചെയ്തിട്ട് മനസ്സിലാക്ക്. ഈ ഡീമൺസിന്റെ ലൈഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. നീ ഈ ഒരു രൂപത്തിൽ ഇരുന്നിട്ടുണ്ടെങ്കിൽ അധികകാലം നിനക്ക് ജീവിക്കാനായിട്ട് സാധിക്കില്ല. സമാധാനത്തോടെ ഒരു മനുഷ്യനായിട്ട് നിന്റെ ജീവിതകാലം നീ ജീവിക്കേ. നിന്റെ നെറ്റിയിലുള്ള ആ ഒരു സ്പിരിറ്റ് ബോൾ അത് നീ എനിക്ക് തിരിച്ചതാ എന്നിങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ഡീമൺ ലേഡി പറയാണ്, നീ ഡീമൺ ആയിരിക്കുന്ന സമയത്താണ് ഞാൻ നിന്നെ പ്രണയിച്ചത്. നീ ഡീമൺ ആണെന്ന് കരുതിയിട്ട് നിന്നെ ഞാൻ സ്നേഹിക്കാതിരുന്നിട്ടില്ലല്ലോ. പിന്നെ അന്നും നിനക്കിഷ്ടം മനുഷ്യനായിട്ട് ജീവിക്കാനായിരുന്നു. അതുകൊണ്ട് തന്നെ അങ്ങനെ ജീവിക്കാനായിട്ടുള്ള ഒരു അവസരം ഞാൻ നിനക്ക് തന്നിട്ടുണ്ട്. എനിക്കിഷ്ടം ഡീമണായിട്ട് ജീവിക്കാനാണ്. അങ്ങനെ ജീവിക്കാൻ നിനക്ക് എന്നെ അനുവദിച്ചൂടെ? ഇപ്പോഴും കാര്യങ്ങളൊന്നും മാറിയിട്ടില്ല. നീയായിട്ടും ഞാനായിട്ടുമാണുള്ളത്. അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് ഇവന്റെ അടുത്തേക്ക് വരാണ്. പെട്ടെന്ന് ഡീമൺ ലേഡിയുടെ ആ ഒരു ക്യാരക്ടർ മാറുന്നുണ്ട്. അവൻ അവനെ അവിടെ ഉണ്ടായിരുന്ന ഒരു തൂണിലേക്ക് ഒരു തുണി ഉപയോഗിച്ചിട്ട് വരിഞ്ഞു
കെട്ടുകയാണ്. അതിനുശേഷം ഈ പ്രോഗ്രാം നടക്കുന്ന ആ ഒരു ഹാളിലേക്ക് പറന്നു പോകുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ഈ ഒരു പ്രോഗ്രാം നടക്കുന്നതിന്റെ ഡ്രസ്സിംഗ് റൂമിൽ ഒരു പെൺകുട്ടി കണ്ണാടിയിൽ അവളുടെ ആ ഒരു രൂപമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവളുടെ പിന്നിലേക്ക് ഡീമൺ ലേഡി വന്ന് ഇറങ്ങുകയാണ്. എന്നിട്ട് പതിയെ ആ ഒരു പെൺകുട്ടിയുടെ എനർജി ഡീമൺ ലേഡി അവളുടെ ആ ഒരു സ്പിരിറ്റ് ബോളിലേക്ക് ആവാഹിച്ചെടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഒരു എനർജി കിട്ടിയിട്ട് പവർഫുൾ ആയിട്ടുള്ള ഡീമൺ ലേഡി ആണെന്നുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ഡ്രസ്സും ധരിച്ചിട്ട് നേരെ സ്റ്റേജിലേക്ക് പോവാണ്. അവിടെ നിന്നിട്ട് ഭയങ്കരമായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. എന്നാൽ നമ്മുടെ ജാക്കി ചാൻ ഇവളെ കണ്ട സമയത്ത് തന്നെ അത് ആ ഒരു ഡീമൺ ലേഡിയാണെന്ന് മനസ്സിലായിട്ടുണ്ട്. ഈ ഒരു കാര്യം യാനിനോട് അറിയാതെ നമ്മുടെ ജാക്കി പറയാണ്. ഇത് കേട്ട സമയത്ത് തന്നെ ആശാൻ നല്ല രീതിയിൽ ഷോക്കായിട്ട് ദേ ഡീമൺ വന്നിട്ടുണ്ട്, എല്ലാവരും ഇവിടുന്ന് ഓടി രക്ഷപ്പെട്ടു എന്നൊക്കെ അവനിപ്പോ ഉറക്കെ വിളിച്ചു പറയാണ്. ഇത് കേട്ട സമയത്ത് തന്നെ ഡീമൺ ലേഡി അവളുടെ സ്വന്തം രൂപത്തിലേക്ക് മാറുന്നുണ്ട്. അവളുടെ പവറുകൾ ഉപയോഗിച്ചിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്ന ആളുകളെ മുഴുവനും ഇവളുടെ കൺട്രോളിലേക്ക് കൊണ്ടുവരാണ്. പാവകളെ പോലെ മാറ്റിയിട്ട് ഇവൾക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്ന ആളുകളാക്കി മാറ്റിയെടുക്കുകയാണ്. അങ്ങനെ സോംബി പോലെ മാറിയിട്ടുള്ള ഇവരെല്ലാവരും ജാക്കിയുടെ യാനിന്റെ നേരെ അവരെ ആക്രമിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ജാക്കിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുംഫു പരിപാടികളെല്ലാം പുറത്തെടുത്തിട്ട് അവിടുന്ന് ഭയങ്കരമായിട്ട് തന്നെ ഇവരോട് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തിൽ ഈ ഒരു പോലീസ് കോൺസ്റ്റബിൾസ് വരെ ജാക്കിയോട് ഫൈറ്റ് ചെയ്യാനായിട്ട് വരുന്നുണ്ട്. കയ്യിൽ വാളും പിടിച്ചിട്ട് വരുന്നുണ്ടായിരുന്ന അവരെ നേരിടാനായിട്ട് ജാക്കി ആ ഒരു മാജിക്കൽ ബ്രഷ് യൂസ് ചെയ്യാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഈ ഒരു സോംബികളെ മുഴുവനും ജാക്കി കൺട്രോൾ ചെയ്തിരിക്കുകയാണ്. ജാക്കി ഇപ്പൊ വിളിച്ചു പറയുന്നുണ്ട്, നീ മര്യാദയ്ക്ക് കീഴടങ്ങിക്കോ, അല്ലെങ്കിൽ നിന്നെയും ഞാൻ ഈ ഒരു മാന്ത്രിക പുസ്തകത്തിലേക്ക് അയക്കും. ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഡീമൺ ലേഡിക്കാണെന്നുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യം വരികയാണ്. അവളിപ്പോ അവളുടെ ഭീകരമായിട്ടുള്ള ആ ഒരു വിശ്വരൂപത്തിലേക്ക് മാറുന്നുണ്ട്. ഇത് കണ്ട സമയത്ത് തന്നെ ജാക്കി വിളിച്ചു പറയുന്നുണ്ട്, നീ വീണ്ടും ഇങ്ങനെ ആക്രമിക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിന്നെ തീർച്ചയായിട്ടും ഞാൻ ഈ ഒരു ബുക്കിന്റെ ഉള്ളിലേക്ക് അയക്കും. ഇപ്പോഴാണെങ്കിൽ അതിന്റെ ഒന്നും ആവശ്യമില്ല, ആ ഒരു സ്പെൽ ബോൾ അത് മാത്രം നീ എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ട്. എന്നാൽ ഡീമൺ ലേഡി ആണെന്നുണ്ടെങ്കിൽ ഇതൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. നമ്മുടെ ഹണ്ടർ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ജാക്കിക്ക് ഈസി ആയിട്ട് തന്നെ ഇവളുടെ ഈ ഒരു സ്പെല്ല് പുറത്തെടുത്തിട്ട് അവന്റെ ശരീരത്തിലേക്ക് കൊടുക്കായിരുന്നു. എന്നാൽ അവൻ ആ ഒരു ഭാഗത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവനെ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ഡീമൺസിനോട് പറയുന്നുണ്ട്. അവരും ഇപ്പോൾ ഹണ്ടറിനെ തെരഞ്ഞു പോയതാണ്. എന്നാൽ ഹണ്ടർ ഉണ്ടായിരുന്നത് ഒരുപാട് ദൂരെയായിരുന്നു. ജാക്കിയും ഞാനും ഒരുപാട് നേരം ഹണ്ടറിന് വേണ്ടിയിട്ട് അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്തൊക്കെ ഡീമൺ ലേഡി കൊടൂരമായിട്ടുള്ള ആ ഒരു പാമ്പിന്റെ രൂപത്തിലേക്ക് മാറിയിട്ട് ഇവരെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവർ കുറെ നേരമൊക്കെ പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു ഘട്ടത്തിൽ യാനിന്റെ നേരെ ആ ഒരു പാമ്പ് അവനെ അറ്റാക്ക് ചെയ്യാനായിട്ട് വരികയാണ്. എന്നാൽ കറക്റ്റായിട്ട് ആ സമയത്ത് തന്നെ ജാക്കി യാനിനെ തള്ളിവിട്ടിട്ട് ഈ ഒരു പാമ്പിന്റെ അറ്റാക്കിൽ നിന്നും അവനെ രക്ഷിക്കുകയാണ്. എന്നാൽ യാനാണെന്നുണ്ടെങ്കിൽ തെറിച്ചു പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഭിത്തിക്ക് അടിക്കുകയാണ്. അവനിപ്പോ ബോധം കെട്ടിട്ട് നിലത്തേക്ക് വീഴുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അപകടം മനസ്സിലാക്കിയിട്ട് നമ്മുടെ ഹണ്ടർ ഈ ഒരു പരിപാടി നടക്കുന്ന സ്ഥലത്തേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഡീമൺ ലേഡി ഇവനെ ആക്രമിച്ചതുകൊണ്ട് തന്നെ ഇവൻ ഭയങ്കര ടയേർഡായിരുന്നു. അവിടെ ഇവിടെയൊക്കെ തട്ടിമുട്ടി വീണ്ട് ഒരു വിധത്തിൽ അവൻ ഈ ഒരു ഭാഗത്തേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുകയാണ്. ജാക്കിയും കുറെ നേരം അവന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ ഇനിയും അധിക നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ യാനിനെയും ജാക്കിനെയും അവൾ കൊല്ലും എന്നുള്ളൊരു ഘട്ടത്തിലാവുകയാണ്. ജാക്കി ഒരുപാട് നേരം അവളെ ആക്രമിക്കാതെ ചില കവചങ്ങളൊക്കെ നിർമ്മിച്ചിട്ട് അവളെ അടക്കി നിർത്താനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇനിയും ഹണ്ടറിന് വേണ്ടിയിട്ട് കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ ഇവള് നമ്മളെയും കൊല്ലുന്നുള്ളത് മനസ്സിലാക്കിയിട്ട് ജാക്കി ഇപ്പോൾ അവസാനമായിട്ട് ഒന്നുകൂടി അവളോട് പറയുന്നുണ്ട്, നിനക്ക് ഞാൻ പറയുന്നത് കേൾക്കാം എന്നെനിക്കറിയാം. നീ നിന്റെ നോർമലായിട്ട് രൂപത്തിലേക്ക് മാറിയിട്ട് ആ ഒരു സ്പെൽ ബൗള് അതെനിക്ക് തിരിച്ചുകൊണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിന്നെ ഈ ഒരു ബുക്കിന്റെ ഉള്ളിലേക്ക് ആക്കുന്ന പറയാണ്. എന്നാൽ പാമ്പിന്റെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടായിരുന്ന ഡീമൺ ലേഡിക്ക് ഇതൊന്നും വലിയ കാര്യമായിരുന്നില്ല. അവള് വീണ്ടും വീണ്ടും ജാക്കി അറ്റാക്ക് ചെയ്യാണ്. ഇപ്പോൾ വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ ജാക്കി ആ ഒരു പുസ്തകത്തിൽ നിന്നും ചങ്ങലകളെ പറഞ്ഞു വിടുന്നുണ്ട്. അത് ഈ ഒരു പാമ്പിന്റെ രൂപത്തിലേക്ക് മാറിയിട്ടുള്ള നമ്മുടെ ഡീമൺ ലേഡിയുടെ ശരീരം മുഴുവനും കെട്ടി വരികയാണ്. അതിനുശേഷം അവളെ ഈ ഒരു ബുക്കിനുള്ളിലേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ഇവൾ ആ പോർട്ടലിനുള്ളിലേക്ക് കയറുന്നതിന് തൊട്ടു മുന്നേ തന്നെ അവൾ എടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു പെൺകുട്ടികളുടെ ആത്മാക്കൾ മുഴുവനും പുറത്തേക്ക് ഫ്രീ ആയിട്ട് റിലീസ് ആവുകയാണ്. അവർ നേരെ ഇവളുടെ വീട്ടിൽ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പെയിന്റിങ്ങിലേക്ക് എത്തുന്നുണ്ട്. അതോടെ തന്നെ അവർക്ക് അവരുടെ സ്വന്തം രൂപവും ആത്മാവും തിരിച്ചു കിട്ടുകയാണ്. ഈ പെൺകുട്ടികളെല്ലാം തിരിച്ച് അവരവരുടെ വീട്ടിലേക്ക് എത്തുന്നുണ്ട്. ഈ ഒരു സമയത്തേക്കും നമ്മുടെ ഹണ്ടർ അവിടേക്ക് ഓടിയെത്താണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലേ അവളെ ഒന്നും ചെയ്യരുതെന്ന്, അവളെ ഒന്നും ചെയ്യില്ലെന്ന് നിങ്ങൾ എനിക്ക് വാക്കൊന്നുമല്ലേ, എന്നിട്ട് എന്തിനാ ഇങ്ങനെ ചെയ്തത്, അവളെ എന്തിനാ ആ നരകത്തിലേക്ക് അയച്ചത്, മാസ്റ്റർ നിങ്ങൾ എന്നോട് ഇപ്പോൾ ദ്രോഹം ചെയ്തിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങിയിട്ടുണ്ട്. യാങ് അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവനെ പറഞ്ഞു മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് കാര്യങ്ങളൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവന്റെ കാമുകയെ നഷ്ടപ്പെട്ടതിന്റെ ആ ഒരു വിഷമത്തിലായിരുന്നു അവൻ. വേറൊരു രക്ഷയില്ലാത്തതുകൊണ്ട് തന്നെ ഡെയ്സി ഇപ്പോൾ അങ്ങോട്ടേക്ക് വരികയാണ്. ആ ഒരു ഫ്ലാഷ് അടിച്ചിട്ട് ഇവന്റെ മൈൻഡ് സെറ്റ് മുഴുവനായിട്ട് മാറ്റുന്നുണ്ട്. ഹണ്ടറിന്റെ കഴിഞ്ഞ ഓർമ്മകൾ മുഴുവനും അവളിപ്പോൾ നശിപ്പിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇവനെ നോർമൽ ആയിട്ടുള്ള ഒരു മനുഷ്യനാക്കി തന്നെ മാറ്റുന്നുണ്ട്. നല്ലൊരു ഭാര്യയും ഒരു ഡസൻ മക്കളൊക്കെ ആയിട്ട് നീ സന്തോഷമായിട്ട് ജീവിക്കുക എന്നുള്ള ആ ഒരു തോട്ടുകളൊക്കെ ഡെയ്സി ഇപ്പോൾ അവന്റെ തലയിലേക്ക് കുത്തിവെക്കുകയാണ്. ഈ ഒരു ട്രീറ്റ്മെന്റിന് ശേഷം ആള് കണ്ണു തുറന്നു കഴിഞ്ഞപ്പോൾ മുഴുവനായിട്ടും ചേഞ്ച് ആയിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് നമ്മുടെ ഹണ്ടർ മാറിയിട്ടുണ്ട്. അവനിപ്പോ ചോദിക്കുകയാണ്, നിങ്ങളൊക്കെ ആരാ, എനിക്ക് നിങ്ങളെ അറിയോ? ജാക്കിയും പറയുന്നുണ്ട്, ഇല്ല, നമ്മളൊരു ഫംഗ്ഷന് വേണ്ടിയിട്ട് ഇവിടെ വന്നാണ്. ആ സമയത്ത് ഇവിടെ ചെറിയൊരു ഫൈറ്റ് നടന്നിട്ടുണ്ട്, കുഴപ്പമില്ല, കാര്യങ്ങളെല്ലാം ഞാൻ സോൾവ് ആക്കിയിട്ടുണ്ട്, നീ പോയിക്കോന്ന് പറഞ്ഞിട്ട് അവനിപ്പോ അവിടുന്ന് പറഞ്ഞയക്കുകയാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേയറിന്റെ മകള് ഇപ്പൊ തിരിച്ചെത്തിയിട്ടുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ മേയർ
അയാളുടെ ഭാര്യയും മകളും ഒക്കെ ആയിട്ട് നമ്മുടെ യാങ്ങിനെ കാണാനായിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് അവൻ ആ ഒരു പോലീസുകാരന്റെ ഫുൾ യൂണിഫോം എടുത്ത് കൊടുക്കുകയാണ്. ഇനി മുതൽ നീയാണ് ഈ ഒരു ഗ്രാമത്തിന്റെ ഇൻസ്പെക്ടർ. അതുമാത്രമല്ല, ഞാൻ വാക്ക് പറഞ്ഞിട്ടുള്ളതുപോലെ എന്റെ മകളെ ഞാൻ നിനക്ക് കല്യാണം കഴിച്ചു തരാം. ഇത് കേട്ടിപ്പോ നമ്മുടെ യാങ്ങിന് ചെറിയ നാണമൊക്കെ വരുന്നുണ്ട്. അവനിപ്പോ ആ ഒരു പെൺകുട്ടിയെ നോക്കിയിട്ട് അങ്ങനെ വിളിച്ചോണ്ട് നിൽക്കുകയാണ്. മാസ്റ്ററാണെന്നുണ്ടെങ്കിൽ അവന് തലയ്ക്കൊന്ന് കൊടുത്തിട്ട് നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞിട്ട് അവനെ വിളിച്ചോണ്ട് പോവാണ്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹണ്ടറിനെയാണ് കാണിക്കുന്നത്. ഇവന്റെ കഥയെല്ലാം കേട്ടിട്ട് ഒരുപാട് വിഷമമായിട്ടുണ്ടായിരുന്ന നമ്മുടെ ഡെയ്സി അവനെ എന്തെങ്കിലും ചെറിയ ഹെൽപ്പൊക്കെ ചെയ്യാന്ന് വിചാരിച്ചിട്ട് പുറകെ പോകുന്നുണ്ട്. ഇവനിങ്ങനെ നടന്നു പോയിട്ട് അവസാനം അവിടെ ഉണ്ടായിരുന്ന ഒരു അരുവിക്ക് മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ ഡെയ്സി അറിയാതെ ഒന്ന് തുമ്മാണ്. ഇപ്പോൾ അവളുടെ ഫ്ലാഷ് പോലെ ഉണ്ടായിരുന്ന ആ ഒരു എനർജി നേരെ ഈ ഒരു വെള്ളത്തിലേക്ക് അടിക്കുന്നുണ്ട്. അതെന്താ സംഭവം അറിയാൻ വേണ്ടിയിട്ട് ഹണ്ടർ അങ്ങോട്ടേക്ക് നോക്കുകയാണ്. ഈ ഒരു ഫ്ലാഷ് അടിച്ച സമയത്ത് നമ്മുടെ ഹണ്ടറിന്റെ മനസ്സിൽ അവന്റെ പഴയ കാലത്തെ പറ്റിയിട്ട് എന്തൊക്കെയോ ഒരു ഗ്ലിച്ച് അടിക്കുന്നുണ്ട്. ആശാനിപ്പോ അവിടെ നിന്ന് നടന്നിട്ട് നമ്മുടെ ലേഡി ഡീമന്റെ ആ ഒരു വീട്ടിലെത്താണ്. അവിടെ ഒരു മുന്നേ ഫൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു മരവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഇവന് കുറച്ചായിട്ട് കഴിഞ്ഞു പോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വീണ്ടും ഓർമ്മ വരികയാണ്. അവസാനമായിട്ട് അവളെ ചാക്കി നരകത്തിലേക്ക് പറഞ്ഞയച്ചു. ആ ഒരു കാര്യം കൂടിയിട്ട് ഇവന് ഓർമ്മ വരുന്നുണ്ട്. അതേ സമയത്ത് തന്നെ ഇവന്റെ നിഴലിലേക്ക് നോക്കിയിട്ട് ഹണ്ടർ ഇപ്പൊ കരയാണ്. ആ നിഴലിൽ കെട്ടിപ്പിടിച്ചിട്ട് അവൻ അവിടുന്ന് ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. ഇവിടുന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ജാക്കിയാണ് കാണിക്കുന്നത്. ഞാൻ പോലീസുകാരനായിട്ടുള്ള ആ ഒരു സെലിബ്രേഷനിൽ ജാക്കി നന്നായിട്ട് അടിച്ച് കിണ്ടിയായിട്ടുണ്ട്. ഇപ്പൊ 4 കാലില് ആടി വീട്ടിലേക്ക് വരികയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ പഴയ കാര്യങ്ങളെല്ലാം ഓർമ്മ വന്നിട്ടുള്ള നമ്മുടെ ഡീമൺ ഹണ്ടർ അവൻ ആ ഒരു പ്രതികാര ബുദ്ധിയോടെ നമ്മുടെ ജാക്കിയുടെ അടുത്തേക്ക് വരാണ്. അവന്റെ സകല പവറുകളും ഉപയോഗിച്ചിട്ട് ജാക്കി ഇപ്പോ അടിച്ച് ആ ഒരു തൂണിന്റെ മുന്നിലേക്ക് വെക്കുന്നുണ്ട്. അതിനുശേഷം ജാക്കിയുടെ ആ ഒരു മാജിക്കൽ ബ്രഷ് എടുക്കുകയാണ്. മാജിക്കൽ ബ്രഷ് ഉപയോഗിച്ചിട്ട് ആ ഒരു മാന്ത്രിക ബുക്ക് അവനിപ്പോ പുറത്തെടുക്കുന്നുണ്ട്. ഇപ്പോ ഇവൻ ഈ ഒരു ബ്രഷുമായിട്ട് ആ ബുക്കിന്റെ ഉള്ളിലുള്ള ലോകത്തിലേക്ക് കിടക്കാണ്. ചെന്ന് നോക്കുന്ന സമയത്ത് സ്പേസ് പോലെ ഒരുപാട് വിശാലമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു അത്. ഒരു വിധത്തില് അവൻ എങ്ങനെയൊക്കെയോ അവിടെ സ്റ്റേബിൾ ആവാണ്. ഇവനെവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നത് അവന്റെ കാമുകിയായിട്ടുള്ള ആ ലേഡി ഡീമണിനെ തെരഞ്ഞിട്ടാണ്. അവിടേക്ക് ഒരുപാട് അന്വേഷിക്കുന്ന സമയത്ത് ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ അവളുടെ ചേച്ചിയെ കാണാണ്. നോക്കുമ്പോൾ ചില ചങ്ങലകളിൽ അവളെ ബന്ധിച്ചിരിക്കുകയായിരുന്നു. ഇവള് ചെയ്തിട്ടുള്ള ആ ഒരു തെറ്റുകൾക്കുള്ള ശിക്ഷ എന്നോണം ഒരുപാട് മിന്നലുകൾ ഇവളുടെ ശരീരത്തിലേക്ക് അയക്കുന്നുണ്ട്. കുറച്ച് സമയത്തിന് ശേഷം ഈ ഒരു മൊത്തം ഭാഗത്തിന്റെയും സെൻട്രലായിട്ട് ഒരു പോർട്ടൽ മാതിരി എന്തോ ഒന്നുണ്ട്. നിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഹീറോയിന്റെ ചേച്ചിയെ അവിടേക്ക് വലിച്ചെടുത്തുകൊണ്ട് പോവാണ്. ആ ഒരു പവർ ഹീറോയിന്റെ ചേച്ചിയെ അവിടെ ഉണ്ടായിരുന്ന ചില രാക്ഷസന്മാരുടെ മുന്നിലേക്കായിരുന്നു വലിച്ചു കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെയാണ് തെറ്റ് ചെയ്യുന്ന ആ ഒരു രാക്ഷസന്മാരെ ചാരമാക്കി കളയുന്ന ആ ഒരു പോർട്ടൽ ഉണ്ടായിരുന്നത്. ഈ രാക്ഷസന്മാരെല്ലാവരും കൂടി ചേർന്നിട്ട് ഹീറോയിന്റെ ചേച്ചിയെ ആ പോർട്ടൽ വഴി അവിടേക്ക് ഇട്ടിട്ട് അവളെ ചാരമാക്കി മാറ്റുകയാണ്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ ഹണ്ടറിനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പേടിയാവുന്നുണ്ട്. അവന്റെ തെരച്ചിലിന്റെ വേഗത കൂട്ടുകയാണ്. ഒരുപാട് ബിൽഡിങ്ങിലെല്ലാം കയറി ഇറങ്ങിയിട്ട് അവസാനം ആ ഒരു ഡീമൺ ലേഡിയെ അവൻ കണ്ടെത്തുക തന്നെ ചെയ്യുന്നുണ്ട്. നോക്കുമ്പോൾ ഇവളെയും അവിടെ അങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അവളുടെ ശരീരത്തിലേക്ക് ഒരുപാട് മിന്നലുകൾ അങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനിപ്പോ മെല്ലെ അവളുടെ അടുത്തേക്ക് ചെല്ലാണ്. ഇവനെ കണ്ട സമയത്ത് തന്നെ അവൾക്ക് ഭയങ്കരമായിട്ട് തന്നെ ഷോക്ക് ആവുന്നുണ്ട്. നീ എങ്ങനെ ഇവിടെ എത്തിയത്, നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നേന്നൊക്കെ അവളിപ്പോ ഭയങ്കര ഇമോഷണൽ ആയിട്ട് അവനോട് ചോദിക്കുന്നുണ്ട്. ഹണ്ടർ ആണെന്നുണ്ടെങ്കിൽ നീ എവിടെയാണുള്ളത് അതാണ് എന്റെ വീട്, അതുകൊണ്ടാണ് ഞാനിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത്. ഇത്രയും കാലം നീ ഡീമണായിട്ട് ചുറ്റി നടന്നില്ലേ, മതിയാക്ക്, ഇനി ഞാൻ ഡീമൺ ആവാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് അവളെ കെട്ടിപ്പിടിച്ചിട്ട് അവൻ ഭയങ്കരമായിട്ട് കരയുന്നുണ്ട്. അതിനുശേഷം ഇവളുടെ നെറ്റിയിലുണ്ടായിരുന്ന ആ ഒരു സ്പിരിറ്റ് ബോൾ അവൻ വലിച്ചെടുക്കുകയാണ്. ഈ ഒരു സ്പിരിറ്റ് ബോൾ അവന്റെ ശരീരത്തിലേക്ക് എത്തിയ സമയത്ത് തന്നെ അവൻ ആ ഒരു ഡീമൺ ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പോൾ മനുഷ്യ സ്ത്രീയായിട്ട് മാറിയിട്ടുള്ള നമ്മളുടെ ഡീമൺ ലേഡിയെ അവിടെ അങ്ങനെ കെട്ടിവെക്കാനായിട്ട് സാധിക്കില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവളുടെ ശരീരത്തിലുണ്ടായിരുന്ന മുഴുവൻ ചങ്ങലകളും ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ അഴിഞ്ഞു മാറുകയാണ്. അതെല്ലാം ഇപ്പോൾ നമ്മുടെ ഹണ്ടറിന്റെ മേത്തേക്ക് വന്നിട്ട് അങ്ങനെ വരിഞ്ഞു ചുറ്റുന്നുണ്ട്. ഹണ്ടർ ഇപ്പോൾ ഹീറോയിനെ നോക്കിയിട്ട് നീ ഇവിടുന്ന് പോയിക്കോ, ഇത് ഞാൻ അനുഭവിച്ചോളാം എന്നിങ്ങനെ പറയാണ്. അതേസമയത്ത് തന്നെ നിനക്കായിട്ടുള്ള ഫൈനൽ ജഡ്ജ്മെന്റിന്റെ സമയമായിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഡീമൺ ഹണ്ടറിനെ ആ ഒരു ചങ്ങലകള് പുറത്തേക്ക് വലിച്ചിടാണ്. ഹീറോയിനും ഇപ്പോൾ അവന്റെ കയ്യിലേക്ക് എന്നെ കയറി പിടിക്കുന്നുണ്ട്. ഇല്ല, നീ പോകരുതെന്നൊക്കെ അവള് ഒരുപാട് പറഞ്ഞു നോക്കുകയാണ്. എന്നാൽ ഹണ്ടർ ആണെന്നുണ്ടെങ്കിൽ ഒരു ഘട്ടത്തില് അവളെ തള്ളി മാറ്റിയിട്ട് ആ ഒരു ചങ്ങലയ്ക്കൊപ്പം പോകുന്നുണ്ട്. ഈ ഒരു സെന്റർ ഭാഗത്തേക്ക് എത്താനായ സമയത്ത് തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ബ്രഷ് പുറത്തെടുക്കുകയാണ്. അതിന്റെ പവറുകൾ ഉപയോഗിച്ചിട്ട് ഇവനെ കെട്ടി വരിഞ്ഞുകൊണ്ട് പോകുന്നുണ്ടായിരുന്ന ആ ഒരു ചങ്ങലകളെ അവൻ മുഴുവനായിട്ടും പൊട്ടിച്ച് കളയാണ്. എന്നാലും ആ ഒരു ചങ്ങലകൾ വീണ്ടും ഒന്നു ചേർന്നിട്ട് ഹണ്ടറിനെ ബന്ധിക്കാനായിട്ട് അവന്റെ നേരെ പാഞ്ഞെടുക്കുന്നുണ്ട്. ഇവൻ വീണ്ടും ബ്രഷിന്റെ സ്പെല്ല് ഉപയോഗിച്ചിട്ട് ആ ഒരു ചങ്ങലകളെ തകർക്കും. എഗെയിൻ ആ ഒരു ചങ്ങലകള് വീണ്ടും ഒന്നായി മാറിയിട്ട് ഇവന് നേരെ പാഞ്ഞെടുക്കും. ഇങ്ങനെ കുറെ നേരമായി കഴിഞ്ഞപ്പോൾ അവൻ ആ ഒരു ബ്രഷിന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ചിട്ട് വലിയൊരു സ്പെല്ല് തന്നെ അവിടുന്ന് അയക്കുന്നുണ്ട്. ഇതിന്റെ പവറിൽ ആ ഒരു നരകം മുഴുവനും ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാണ്. ഇപ്പൊ അവിടെ ബന്ധിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ ഡീമൺസും അവരവരുടെ ജയിലുകൾ തകർത്ത് പുറത്തേക്ക് വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്തേക്കും നമ്മുടെ ജാക്കിയും യാനും ആ ഒരു ബോംബ് ഡീമണും പിന്നെ ഡെയ്സി ഡീമണും എല്ലാവരും ചേർന്നിട്ട് ട്രീ ഡീമന്റെ ആ ഒരു തോണിയിൽ കയറിയിട്ട് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ജാക്കി ഇപ്പോൾ നമ്മുടെ ഹണ്ടറിനോട് വിളിച്ചു പറയാണ്, ഒരുപാട് കാലങ്ങൾ എടുത്തിട്ടാണ് ഞാൻ ഇത്രയും രാക്ഷസന്മാരെ ഇതിനുള്ളിൽ പിടിച്ചു വെച്ചിട്ടുള്ളത്. ഇവര് പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ മനുഷ്യന്മാർക്കും ദോഷമാണ്. നീ എന്തായി ചെയ്തുകൊണ്ടിരിക്കുന്നത്, എല്ലാം ഒന്ന് മതിയാക്ക് എന്നൊക്കെ ഉറക്കെ വിളിച്ചു പറയാണ്. ഈ ഒരു സമയത്തേക്കും ഹണ്ടർ മുഴുവനായിട്ട് ഒരു ഭീകരനായിട്ടുള്ള ഡീമണായിട്ട് മാറിയിട്ടുണ്ട്.
കാണുന്നുണ്ട്. അവന്റെ കണ്ണുകൾ കണ്ട സമയത്ത് തന്നെ ജാക്കിക്ക് അത് മനസ്സിലാവാണ്. ജാക്കിക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തിന്റെ ആ ഒരു ബ്രഷ് തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ അത് വീണ്ടെടുക്കാനായിട്ട് ഇവർ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ഹണ്ടർ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ബ്രഷിന്റെ പവറും അതുപോലെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു മാന്ത്രിക കടലാസുകളുടെ പവറുകളും ഒന്ന് ചേർത്തിട്ട് അതിഭീകരനായിട്ടുള്ള ഒരു പാമ്പിനെ അവിടെ സൃഷ്ടിക്കുന്നുണ്ട്. ഈ പാമ്പിപ്പോ നമ്മുടെ ജാക്കിക്കും പിള്ളേർക്കും നേരെ പാഞ്ഞെടുക്കുകയാണ്. അതിവരെ അതിഭീകരമായിട്ട് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ഇവരും ഈ ഒരു പാമ്പിനെ പേടിച്ചിട്ട് ആ തോണിയിൽ അതിവേഗത്തില് അതിലെ ചീറി പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ഘട്ടത്തില് നമ്മുടെ ഡെയ്സി ഡീമണും ആ ബോംബ് ഡീമണും കൂടിയിട്ട് ഡയറക്ഷൻ മാറി പോകുന്നുണ്ട്. ഇപ്പോ ഇവരുടെ പുറകെയാണ് ആ പാമ്പ് വന്നുകൊണ്ടിരിക്കുന്നത്. ഈ പാമ്പിനെ കണ്ട് പേടിച്ചിട്ടുള്ള നമ്മുടെ ബോംബ് ഡീമൺ അവിടെ വലിയൊരു ബോംബ് ഇട്ട് കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് ഷോക്കായി പോയിട്ടുള്ള ഡെയ്സി ഡീമൺ അവളുടെ ആ ഒരു പൂവ് വെച്ചിട്ട് ഒരു ഫ്ലാഷ് അടിക്കുന്നുണ്ട്. ഇവന്റെ ഈ ഒരു ബോംബിന്റെ ഗ്യാസിലേക്ക് ഡെയ്സിയുടെ ആ ഒരു ഫ്ലാഷിന്റെ സ്പാർക്ക് അടിച്ച സമയത്ത് തന്നെ അത് ഒന്നായിട്ട് പൊട്ടിത്തെറിക്കുകയാണ്. ആ ഒരു വലിയ എക്സ്പ്ലോഷൻ പെട്ടിട്ട് പുറകെ വരുന്നുണ്ടായിരുന്ന നമ്മുടെ ഡീമൺ ഹണ്ടറിന്റെ പാമ്പ് പൊട്ടിച്ചിതറാണ്. അങ്ങനെ ഈ ഒരു ഗ്യാപ്പില് ഇവരെല്ലാവരും കൂടി തോണിയിലേക്ക് കയറിയിട്ട് ആ ഒരു പോർട്ടലിനടുത്തേക്ക് പാഞ്ഞെടുക്കുന്നുണ്ട്. ഹണ്ടർ ഇപ്പോ വലിയൊരു സ്പെല്ല് അയക്കുകയാണ്. നേരത്തെ വന്നത് ഭീകരനായിട്ടുള്ള പാമ്പായിരുന്നെങ്കിൽ ഇപ്പൊ വന്നത് അതിഭീകരനായിട്ടുള്ള ഒരു ഡ്രാഗൺ ആയിരുന്നു. അതിപ്പോ ഇവരുടെ പുറകെ തന്നെ വരുന്നുണ്ട്. ഇത് കണ്ട് പേടിച്ചു പോയിട്ടുള്ള ജാക്കിയും ടീമും ഇനി ഒരേ ഒരു വഴിയുള്ളൂ, നമുക്ക് ആ ഒരു സെന്റർ ഭാഗത്തേക്ക് എത്തണം. ആ പോർട്ടലിനവിടേക്ക് ഈ ഒരു ഡ്രാഗൺ എത്തിയിട്ടുണ്ടെങ്കിൽ അത് മുഴുവനായിട്ടും നശിച്ചു പോകുന്നു പറയാണ്. അങ്ങനെ ഇവരെല്ലാവരും ചേർന്നിട്ട് ആ ഒരു പോർട്ടലിന്റെ ഉള്ളിലേക്ക് കയറുന്നുണ്ട്. ഈ ഡ്രാഗൺ ഒരു ദുഷ്ടശക്തി ആയതുകൊണ്ട് തന്നെ അതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ടെങ്കിൽ നശിച്ചു പോകും. അതുകൊണ്ട് തന്നെ അതിപ്പോ പൊട്ടിത്തെറിക്കുകയാണ്. എന്നാൽ ഇതിനിടയിൽ അവിടേക്ക് ഒരു ബിൽഡിംഗ് പാഞ്ഞു വരുന്നുണ്ട്. ആ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് എങ്ങനെയൊക്കെയോ ഡീമൺ ഹണ്ടർ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇതിന്റെ ഉള്ളിൽ കിടന്നിട്ട് ഡീമൺ ഹണ്ടറും നമ്മുടെ ജാക്കിയും തമ്മിൽ ആ ഒരു ബ്രഷിന് വേണ്ടിയിട്ട് അതിഭീകരമായിട്ട് ഫൈറ്റ് ചെയ്യാണ്. എന്നാൽ ഭയങ്കര പവർഫുൾ ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്ന ഡീമൺ ഹണ്ടർ നമ്മുടെ ജാക്കിയും ഇടിച്ചു തെറിപ്പിച്ചിട്ട് പുറത്തേക്ക് പായുന്നുണ്ട്. അവൻ വീണ്ടും ആ ഒരു ഡ്രാഗണിനെ ക്രിയേറ്റ് ചെയ്തിട്ട് ജാക്കിയെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഡ്രാഗൺ ജാക്കിയുടെ അടുത്തേക്ക് എത്താനായിട്ടുള്ള സമയത്ത് തന്നെ നമ്മുടെ ഡീമൺ ലേഡി ഹണ്ടറിനെ ഉറക്കെ വിളിക്കുകയാണ്. ഇവൻ ഇത്രയും വലിയ ഈവിളായിട്ട് മാറിയിട്ടുണ്ടായിരുന്നെങ്കിലും അവളുടെ ആ ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞപ്പോൾ അവൻ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്ട് ആയി പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ഡ്രാഗൺ അത് മുഴുവനായിട്ടും നശിച്ചു പോവാണ്. ഡീമൺ ലേഡി അവളിപ്പോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവളുടെ ചേച്ചിയെ ചാരമാക്കി മാറ്റിയിട്ടുള്ള ആ ഒരു പോർട്ടലിന്റെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ഇവളിങ്ങനെ സ്വയം നശിക്കാനായിട്ട് പോകുന്ന കണ്ടു കഴിഞ്ഞപ്പോൾ ഹണ്ടറിന് അത് ഒട്ടും സഹിക്കാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. അവനും അവളുടെ പുറകെ തന്നെ പോവാണ്. അവളിപ്പോ ആ ഒരു പോർട്ടലിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. നമ്മുടെ ഹണ്ടറും ഉള്ളിലേക്ക് കയറാണ്. എന്നാൽ മുഴുവനായിട്ടും ആ ഒരു പോർട്ടലിനെ അവനെ വലിച്ചെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം അവന്റെ ഒരു കയ്യില് ജാക്കിയുടെ ആ ഒരു മാന്ത്രിക ബ്രഷ് ഉണ്ടായിരുന്നു. അവനിപ്പോ അതിൽ മുറുക്കെ പിടിക്കുകയാണ്. അതിനുശേഷം ഇവളെ ഈ ഒരു പോർട്ടലിൽ നിന്നും പറഞ്ഞ് കൺവിൻസ് ചെയ്തിട്ട് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അവള് പറയാണ്, ഇത്രയും കാലം നമ്മൾ ഒരുമിച്ച് ജീവിച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു പോർട്ടലിനുള്ളിലേക്ക് ഇറങ്ങിയിട്ട് ചാരമായി മാറിയിട്ടുണ്ടെങ്കിലും ആ സമയത്ത് നീ എന്റെ കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതായിരിക്കും എന്റെ ഏറ്റവും വലിയ സന്തോഷം എന്നിങ്ങനെ അവള് പറയാണ്. അവളിപ്പോ ആ ഒരു പോർട്ടലിലേക്ക് പോകാൻ തുടങ്ങുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഹണ്ടറും ആ ഒരു ബ്രഷ് എറിഞ്ഞു കളഞ്ഞിട്ട് ഹണ്ടറും അവളുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അങ്ങനെ അവസാന നിമിഷം ഇവർ രണ്ടുപേരും ഒന്നായി മാറുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ ഇപ്പൊ കിസ് ചെയ്യാണ്. അങ്ങോട്ടേക്ക് പോകാൻ ശ്രമിക്കുന്നുണ്ടായിരുന്ന ജാക്കിയെ എല്ലാവരും ചേർന്ന് പിടിച്ചു വെക്കുകയാണ്. അങ്ങനെ ഡീമൺ ഹണ്ടറും ഡീമൺ ലേഡിയും ചാരമായ സമയത്ത് എല്ലാം ശാന്തമായി മാറിയിട്ടുണ്ട്. ഇപ്പോ എല്ലാവരും കൂടിയിട്ട് തിരിച്ച് മനുഷ്യന്മാരുടെ ഈ ഒരു ലോകത്തേക്ക് വന്നിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം എല്ലാം നോർമൽ ആയിട്ടുണ്ട്. ഞാനിപ്പോ ജാക്കിയെ കാണാനായിട്ട് ജാക്കിയുടെ വീട്ടിലേക്ക് വന്നതാണ്. നോക്കുമ്പോൾ പുള്ളിയും ആ ഒരു ഡീമൺസിനെ ഒന്നും അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. ഇവരിപ്പോ എവിടെ പോയി എന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് ജാക്കി സെക്കൻഡ് ഫ്ലോറിന്റെ മുകളിൽ നിന്നും കുറെ ബാണ്ടക്കെട്ടുകള് നമ്മുടെ യാനിന് നേരെ എറിഞ്ഞു കൊടുക്കുകയാണ്. അതിനുശേഷം താഴേക്ക് ചാടി ഇറങ്ങി വരുന്നുണ്ട്. എടാ ശിഷ്യ, നമ്മുടെ കോഴികൾക്കെല്ലാം തീറ്റ കൊടുക്കണം, വീടിന്റെ ജനലും വാതിലുകളെല്ലാം കൃത്യമായിട്ട് അടയ്ക്കണം. അതിനുശേഷം ഈ ഒരു ബാണ്ടക്കെട്ടുകളും താങ്ങിയിട്ട് പുറത്തേക്ക് വാ, നമ്മള് ഡീമൺസിനെ പിടിക്കാനായിട്ടുള്ള അടുത്തൊരു യാത്രയ്ക്ക് പുറപ്പെടുകയാണ് എന്നിങ്ങനെ ജാക്കി പറയുന്നുണ്ട്. അവസാനം യാനിനെ ജാക്കി ആശാന്റെ സ്റ്റുഡന്റ് ആയിട്ട് തന്നെ അംഗീകരിച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോൾ അവന് ഒരുപാട് സന്തോഷമാവാണ്. അങ്ങനെ ജാക്കി എന്ന ഡീമൺ ഹണ്ടർ അദ്ദേഹത്തിന്റെ അടുത്ത കഥയിലേക്കുള്ള യാത്ര തുടങ്ങുകയാണ്. ഈ ഒരു സീനും കാണിച്ചിട്ട് സിനിമയോടെ കഴിയുന്നുണ്ട്. എങ്ങനെയുണ്ട് ഗൈസ്? നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നോക്കണേ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമന്റ് ചെയ്ത് നോക്കാനും മറക്കണ്ട. ഇപ്പോഴും ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. നിങ്ങൾ മറന്നു പോകുന്നതാണെന്നുണ്ടെങ്കിൽ ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാം, ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കണേ. പിന്നെ ഇപ്രാവശ്യം നമ്മുടെ ഗെയിമിന്റെ ആ ഒരു ആൻസർ അത് നിങ്ങൾക്ക് അറിയെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് നോക്കണേ. ശരിയായിട്ടുള്ള ഉത്തരം കമന്റ് ചെയ്യുന്ന ആൾക്കാരിൽ നിന്നും ഒരാളെ സെലക്ട് ചെയ്തിട്ട് ഞാനൊരു ഗിഫ്റ്റ് അയക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.